നായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. സത്യത്തിൻ്റെ പോരാളികൾ എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പായാലും ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഈ യൂട്യൂബ് ചാനലായാലും ഏതെങ്കിലും പ്രത്യേക ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി ഇതുവരെ നിലകൊണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഏതെങ്കിലും ക്രൈസ്തവ സഭയ്ക്കെതിരെയും ഞങ്ങൾ നിലകൊണ്ടിട്ടില്ല. സഭാവ്യത്യാസമന്യേ എല്ലാ ക്രൈസ്തവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇതുവരെ നിലകൊണ്ടിട്ടുള്ളത്. യേശു ക്രിസ്തുവിനെതിരെ, ബൈബിളിനെതിരെ, ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്ന ദാവാക്കാർക്ക് മറുപടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ആരംഭിച്ചതും പിന്നീട് ഈ ചാനൽ തുടങ്ങിയതും. ഇസ്ലാമിൻ്റെ കപടമുഖം തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ക്രിസ്ത്യാനിക്ക് നേരെ സൈബർ ആക്രമണം ഉണ്ടായപ്പോഴൊക്കെ ഞങ്ങൾ അവർക്ക് വേണ്ടി രംഗത്ത് വന്നിട്ടുമുണ്ട്. ഇതിപ്പോൾ എടുത്തു പറയാൻ കാരണം, ഒരുപക്ഷെ ഈ വീഡിയോ പരമ്പര കാണുമ്പോൾ ചില ക്രൈസ്തവർക്കെങ്കിലും ഞങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള നീരസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നിയതിനാലാണ്. കഴിഞ്ഞതിന് മുമ്പിലെ കൊല്ലത്തിലെ, അതായത് 2019 ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ തൊട്ടയൽ രാജ്യമായ ശ്രീലങ്കയിലെ മുസ്ലിങ്ങൾ കൊളംബോയിലെ കത്തോലിക്ക ദേവാലയത്തിലും വിദേശികൾ താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും ചാവേർ ബോംബ് ആക്രമണം നടത്തിയത് നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണല്ലോ. ഇസ്ലാമിനെക്കുറിച്ച് പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ തൊട്ടയൽവക്കത്ത് സംഭവിച്ചപ്പോഴാണ് അതുവരെ മതേതരത്വവും മതസൗഹാർദ്ദവും പറഞ്ഞ് ഞങ്ങളെ എതിർത്തുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലെ മലയാളി ക്രൈസ്തവരുടെ തലയിൽ അല്പമെങ്കിലും വെളിച്ചം കയറിയത്. അതിൻ്റെ ഫലമായി അവർ തികച്ചും ബുദ്ധിപൂർവമായ നിലപാടെടുത്തു. ഞങ്ങൾ പറയുന്ന കാര്യം സോഷ്യൽ മീഡിയയിൽ അവർ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ അനന്തരഫലമായി എന്തുണ്ടായെന്നറിയാമോ? ജോസ് വള്ളിക്കാട്ട് എന്ന് പറഞ്ഞ ഒരു കത്തോലിക്ക പുരോഹിതൻ രംഗത്ത് വന്നു. ക്രിസ്ത്യാനികൾ തീവ്രവാദികളായി മാറുന്നെന്നും പരിശുദ്ധ ഖുർആൻ നിരപരാധികളെ കൊല്ലാൻ ആവശ്യപ്പെടുന്ന പുസ്തകമല്ല എന്നും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ എനിക്ക് ആ പോസ്റ്റിൻ്റെ ലിങ്ക് അയച്ചു തന്നു. അത് കണ്ടപ്പോൾ ഞാൻ ആ പോസ്റ്റിൽ ചെന്ന് സംസാരിച്ചു. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയിൽ തികച്ചും ബഹുമാനം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ സംസാരിച്ചത്. വാസ്തവത്തിൽ അവിടെ സംസാരിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ധാരണ ഈ ജോസ് വള്ളിക്കാട്ടെന്ന് പറയുന്ന വ്യക്തിക്ക് ഇസ്ലാമിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതെന്നായിരുന്നു. എന്നാൽ അവിടെ ചർച്ച തുടങ്ങി 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, അറിവില്ലായ്മ കൊണ്ടല്ല, മുസ്ലിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ലിബറലിസത്തിൻ്റെ അപ്പോസ്തലനായി നിൽക്കുന്ന ഈ ജോസ് വള്ളിക്കാട്ട് എന്ന് പറയുന്ന വ്യക്തി ഖുർആനിനെ വെള്ള പൂശാൻ വേണ്ടി തന്നെ തുനിഞ്ഞിറങ്ങിയ സംഭവമായിരുന്നു അതെന്നുള്ള കാര്യം എനിക്കപ്പോൾ മനസ്സിലായി. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും ബഹുദൈവാരാധകരെയും കൊല്ലാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളും കുറേ എടുത്ത് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തു. അതുവരെ ജോസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്ന പല കത്തോലിക്കർക്കും കാര്യം മനസ്സിലായി. അതുവരേക്കും അവരുടെ ധാരണ ബൈബിള് പോലെ അല്ലെങ്കിൽ മറ്റ് മതങ്ങളുടെ ഗ്രന്ഥം പോലെ തന്നെ ഉള്ളൊരു പുസ്തകമാണ് ഖുർആൻ. അത് അവരുടെ മതത്തെക്കുറിച്ച്, അവരുടെ വിശ്വാസികൾ എങ്ങനെയൊക്കെ ജീവിക്കണമോ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് അപ്പുറത്തേക്ക് മറ്റ് മതക്കാരെ എല്ലാം ആക്രമിച്ച് കീഴടക്കി അതിനെ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, മതം മുഴുവൻ അള്ളാഹുവിൻ്റെ കീഴിലാകുന്നത് വരേക്കും ഇങ്ങനെയുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്നൊക്കെ പറയുന്ന ആയത്തുകളും ഹദീസുകളും എല്ലാം ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ അവർ അവിടെ ചോദിക്കാൻ തുടങ്ങി, ഖുർആനിലെ ഹദീസുകളിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്ന്. എന്തുണ്ടായെന്നറിയാമോ? ഒട്ടും വൈകിയില്ല, ഈ ജോസ് വള്ളിക്കാട്ട് എന്ന് പറയുന്ന ആൾ എന്നെ ബ്ലോക്ക് ചെയ്തു. മാത്രമല്ല എൻ്റെ പല കമൻറ്റുകളും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ആ ചർച്ചയിലുണ്ടായ ക്ഷീണം മാറ്റാൻ ജോസ് വള്ളിക്കാട്ട് വേറെ കുറച്ച് പോസ്റ്റുകൾ ഇടുകയുമുണ്ടായി. ജോസിനെ എതിർക്കുന്നവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒളിയുദ്ധം നടത്തുകയും അന്യമതസ്ഥരെ ആക്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ പോസ്റ്റുകൾ. ഏത് ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ കൽപ്പിച്ചിരിക്കുന്ന ഖുർആനായത്തുകളും ഹദീസുകളും സ്വന്തം പ്രൊഫൈലിൽ നിന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് ജോസിന് ഒളിയുദ്ധമായി തോന്നിയത്. അതുപോലെ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ ചാവേർ ബോംബ് സ്ഫോടനം നടത്തിയത് അന്യമതസ്ഥർക്ക് നേരെയുള്ള ഇസ്ലാമിൻ്റെ ആക്രമണമായി ജോസ് വള്ളിക്കാട്ടിന് തോന്നിയില്ല. പക്ഷേ ആ സ്ഫോടനം നടത്തിയവർ ക്രിസ്ത്യാനികളോടുള്ള എന്തെങ്കിലും വ്യക്തിവൈരാഗ്യത്തിൻ്റെ പുറത്തല്ല അങ്ങനെ ചെയ്തത്, മറിച്ച് അവരുടെ പ്രമാണങ്ങൾ അങ്ങനെ കൽപ്പിച്ചതുകൊണ്ടാണ് എന്ന് ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസിന് അത് അന്യമതസ്ഥർക്ക് നേരെയുള്ള ആക്രമണമായി തോന്നുകയും ചെയ്തു. എന്താ അല്ലേ? ഇപ്പോൾ ഞാൻ എൻ്റെ 2ാമത്തെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ജോസിൻ്റെ പ്രൊഫൈലൊന്ന് പരിശോധിച്ചപ്പോൾ അന്ന് ഖുർആനിനെ വെള്ളപൂശിക്കൊണ്ടിട്ട പോസ്റ്റ് കാണാനില്ല. ഒരുപക്ഷെ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഓൺലി മീ എന്നാക്കി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ഞാൻ ചെന്ന് ഖുർആനായത്തുകളും ഹദീസുകളും അവിടെ ഇട്ടതിന് ശേഷം ജോസിനെ എല്ലാവരും കൂടി ഏറി കയറ്റിയിരുന്നു. അതിൻ്റെ അനന്തരഫലമായിരിക്കും ആ പോസ്റ്റ് കാണാതായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ കാര്യം പറയാനൊരു പ്രത്യേക കാരണമുണ്ട്.
2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ കത്തോലിക്ക ചർച്ചിൽ ജിഹാദികൾ ബോംബ് പൊട്ടിച്ചു. 2020 ആയപ്പോൾ കൊറോണ കാരണം ലോകമെങ്ങും ക്രിസ്ത്യൻ പള്ളികൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജിഹാദികളുടെ വക പടക്കം പൊട്ടിക്കലൊന്നും ഉണ്ടായില്ല. 2021 ഈസ്റ്റർ അടുത്തപ്പോഴേക്കും ജിഹാദികൾ പലയിടങ്ങളിലും വീണ്ടും ചാവേറാക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ കത്തോലിക്ക പള്ളിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുസ്ലിങ്ങളുടെ ചാവേർ ആക്രമണം ഉണ്ടായത്. അതുപോലെ മൊസാംബിക്കിലും ഉണ്ടായി ജിഹാദികളുടെ ആക്രമണം. അത് കേവലം ജിഹാദികളല്ല, ഇസ്ലാമിക് സ്റ്റേറ്റാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ആഫ്രിക്കയാണത്. അവരാണ് അവിടെ ഒരു പട്ടണം പിടിച്ചെടുത്ത് അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറാഖിൽ മുസൂൾ പട്ടണം പിടിച്ചെടുത്ത അതേ രീതിയിൽ തന്നെയാണ് അവരവിടെ പാൽമ എന്ന് പറയുന്ന ഒരു പട്ടണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. ആ പട്ടണം മുഴുവൻ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. 70,000-ഓളം ജനങ്ങളുള്ള പട്ടണമാണ്. 43,000-ഓളം പേര് അവിടെ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ അവിടെ പലയിടത്തും കുടുങ്ങി കിടക്കുകയാണ്. പല ആളുകളും കാടുകളിലേക്കൊക്കെ ഓടിപ്പോയി. ഇവർ 3 ഇടങ്ങളിൽ നിന്നാണ് ഈ പട്ടണത്തിലേക്ക് വന്നത്. അതായത് ജനങ്ങൾ ഒരു വിധത്തിലും രക്ഷപ്പെട്ടു പോകരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. 3 ഇടങ്ങളിൽ നിന്ന് വന്നിട്ടാണ് തുരുതുരാ വെടിവെപ്പ് നടത്തിയത് അവർ. അതായത് ഭീകരത കൊണ്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തുക, ഭീകരതയുടെ അങ്ങേയറ്റത്തേക്ക് എത്തുക. അതെന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രമാത്രം ഭീകരത കാണിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ പുറകെ വിശദീകരിക്കാം. അതിനും പ്രമാണമുണ്ട്, ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണത്. ഇനി ഈ മൊസാംബിക്കിലെ ആക്രമണത്തിന് തൊട്ടു മുമ്പാണ് മധ്യാഫ്രിക്കയിൽ നൈജർ എന്ന രാജ്യത്തിലെ മുസ്ലിങ്ങൾ നടത്തിയ ഭീകരാക്രമണത്തിൽ 137 പേര് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. പാവപ്പെട്ട ഗ്രാമീണരാണ് കൊല്ലപ്പെട്ടവരെല്ലാവരും തന്നെ. തോക്കുകളുമായി ബൈക്കിൽ വന്ന മുസ്ലിങ്ങൾ കണ്ണി കണ്ടവർക്ക് നേരെ തുരുതുരാ വെടിയുതിർക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെന്നോ സ്ത്രീകളെന്നോ ഒന്നും ഇല്ല, ഗർഭിണികളെന്നോ ഒന്നും ഒരു പരിഗണനയില്ല, കാണുന്നവരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ഈ ആക്രമണങ്ങളെക്കുറിച്ച് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ധാരാളം റിസർച്ച് നടത്തിയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ സൈറ്റുകൾ കയറി നോക്കി. മലയാളത്തിലെ ഒരുമാതിരി പത്രങ്ങളിലൊക്കെ ഞാൻ നോക്കി, കണ്ടില്ല. പിന്നെ അവസാനം റെക്കോർഡിങ്ങിന് തൊട്ട് മുമ്പ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ കണ്ടു, മനോരമ മൊസാംബിക്കിലെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റുള്ളതൊന്നും അപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരിതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെപ്പോലുള്ള ചില ആളുകൾ ഇതൊക്കെ ചർച്ചയ്ക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ശ്രീലങ്കയിലെ കത്തോലിക്ക ചർച്ചിൽ നടന്ന ഈസ്റ്റർ ആക്രമണത്തിൻ്റെ ശേഷം സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾക്കെതിരെ ജോസ് വള്ളിക്കാട്ട് ഇസ്ലാമിനെയും ഖുർആനെയും വെള്ളപൂശാൻ രംഗത്ത് വന്നതുപോലെ ഇപ്പോഴും ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഒറ്റയ്ക്കൊരാളല്ല, 3 അച്ഛന്മാരാണ്. ഫാദർ സെബാസ്റ്റ്യൻ പൈനടത്ത് SJ, ഫാദർ തോമസ് തറയിൽ, ഫാദർ വിൻസെൻ്റ് കുണ്ടുകുളം എന്നിവരാണ് ഇപ്പോൾ ഇസ്ലാമിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഇവർ വേറെ ചില ഇമാമുകളുമായി ചേർന്ന് ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്നൊരു തട്ടിക്കൂട്ട് കടലാസ് സംഘടനയുണ്ടാക്കി അതിൻ്റെ ബാനറിൽ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രസ്താവന ഞാൻ അങ്ങനെ തന്നെ വായിക്കാം. സംയുക്ത പ്രസ്താവന: ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദം ശക്തിപ്പെടുത്തുക. ക്രൈസ്തവരും മുസ്ലിങ്ങളും സഹോദര സമൂഹങ്ങളിൽ പെടുന്നവരാണ്. ഏകനും കരുണാർദ്രനും സർവത്തിൻ്റെയും സൃഷ്ടാവുമായ ദൈവത്തിൽ 2 മതസ്ഥരും വിശ്വസിക്കുന്നു. അബ്രഹാത്തിൻ്റെ പൈതൃകം പുലർത്തുന്ന 2 സമൂഹങ്ങളും ഒരു ആത്മീയ കുടുംബത്തിൽ ഉൾച്ചേരുന്നവരാണ്. പ്രാർത്ഥനയിലും കാരുണ്യ പ്രവൃത്തികളിലും നീതിക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലും അവർ സഹയാത്രികരാണ്. ഈ യാഥാർത്ഥ്യം പാടെ അവഗണിച്ച് അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളുടെ വെളിച്ചത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഇരു സമൂഹങ്ങൾക്കുമിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ചില തൽപര കക്ഷികൾ ശ്രമിക്കുന്നതായി കാണുന്നു. അതിന് അവലംബമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ലവ് ജിഹാദ്, സംവരണാനുവാദം, മദ്രസാധ്യാപകർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളാണ്. സമൂഹത്തിൽ മേൽപ്പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ അവ പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ ചുമതലയാണ്. വസ്തുനിഷ്ഠമായ കണക്കുകൾ ഉൾക്കൊള്ളുന്ന ധവളപത്രമിറക്കിയും നിയമപരവും അച്ചടക്കപരവുമായ നടപടികൾ കൈക്കൊണ്ടും പ്രതിവിധി കണ്ടെത്താൻ ഗവൺമെൻറ്റിന് കഴിയേണ്ടതാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സമയത്ത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അസത്യങ്ങൾക്കും അർദ്ധസത്യങ്ങൾക്കും കുടപിടിച്ച് നേട്ടം കൊയ്യാനാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത്. സാക്ഷരരായ കേരളീയർ വർഗീയവാദികളായ മതരാഷ്ട്രീയ ജുഹകളുടെ ഈ കുടിലതന്ത്രം മനസ്സിലാക്കാതെ പോകരുത്. സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉപരിയായി ജനാധിപത്യത്തിലും മാനവികതയിലും വിശ്വസിക്കുന്ന പൗരസമൂഹത്തിന് ഇത്തരം സന്ദർഭങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായ സംഭാവനകൾ നൽകാനാകും. മേൽപ്പറഞ്ഞ രീതിയിലുള്ള സങ്കീർണവും വൈകാരികവുമായ വിഷയങ്ങളെ സമീപിക്കേണ്ടത് വസ്തുനിഷ്ഠവും ബൗദ്ധികവും നിഷ്പക്ഷവുമായ പഠനങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ്. അതിനു പകരം അഭ്യൂഹങ്ങളെയും പരിമിതമായ സംഭവങ്ങളെയും പർവ്വതീകരിച്ച് ജനങ്ങൾക്കിടയിൽ ആശങ്കയും അസഹിഷ്ണുതയും വർദ്ധിപ്പിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ സുമനസ്സുകളായ മലയാളികൾ മുന്നോട്ട് വരണം. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയ അന്തരീക്ഷം കണ്ട് വിഷമിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുണ്ട്. പക്ഷേ അവരുടെ ശബ്ദം കേൾക്കപ്പെടാതെ പോകുന്നു. സാംസ്കാരിക പൈതൃകത്തിനും മതസൗഹാർദ്ദത്തിനും പേരുകേട്ട കേരളത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് സംഭാഷണത്തിൻ്റെ ഭാഷയാണ്. തീവ്രമായ ഭാഷയിൽ സംസാരിക്കുന്നവർക്ക് മാത്രം സ്വീകാര്യത കൈവരുന്ന ദുരവസ്ഥ മാറേണ്ടതുണ്ട്. അതിന് മിതവാദികളും സത്യാന്വേഷികളും സമാധാനപ്രിയരുമായ മലയാളികൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണിത്. അതിനിനിയും വൈകിയാൽ
ലോക സംസ്കാരത്തിന് തന്നെ മാതൃകയാകും വിധം നാനാത്വത്തിലും സാർവത്രികതയിലും അടിയുറച്ച നമ്മുടെ ജീവിതശൈലി വരും തലമുറയ്ക്ക് അന്യാധീനമായി പോകും. ഭാരതത്തിലെ ചില സംസ്ഥാനങ്ങളിൽ കാണുന്നത് പോലെ അരക്ഷിതവും അസഹിഷ്ണുതയും അരങ്ങു തകർക്കുന്ന ഒരു കേരളമായിരിക്കും ഭാവി തലമുറയ്ക്ക് നമ്മൾ സമ്മാനിക്കുന്നത്. മൗലികവാദ പ്രചരണങ്ങൾക്ക് തടയിടാനും ഇരു സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്താനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും പ്രസ്തുത വിഭാഗങ്ങളിലെ മതനേതാക്കൾ ഒരുമിച്ചിരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടതില്ലല്ലോ. ഇരു സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തിപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും പ്രബുദ്ധരായ സുമനസ്സുകളോടും അഭ്യർത്ഥിക്കുന്നു. ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതിക്ക് വേണ്ടി ഫാദർ എസ് പൈനാടത്ത് SJ, ഇമാം ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, ഫാദർ തോമസ് തറയിൽ, ഇമാം MP ഫൈസി അസ്ഹരി, ഫാദർ വിൻസെൻ്റ് കുണ്ടുകുളം. കൂടെ അവരുടെ ഫോൺ നമ്പറുകളുമുണ്ട്. ഇതാണ് ആ സംയുക്ത പ്രസ്താവന. ഈ പ്രസ്താവനയിലെ ഓരോ വാചകവും ഇഴകീറി പരിശോധിച്ച് മറുപടി പറയേണ്ടവയാണ്. ദൈവം അനുവദിച്ചാൽ ഈ വീഡിയോ പരമ്പരയുടെ അടുത്ത ഭാഗം മുതൽ ഞങ്ങളത് ചെയ്യും. എന്നാൽ ഈ വീഡിയോയിൽ ഞങ്ങൾ വേറെ ചില കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓപ്പൺ ഡോർസ് എന്ന സംഘടനയുടെ ആനുവൽ റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമായി 26 കോടി ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തെ പ്രതി പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കാത്തലിക് ന്യൂസ് ഏജൻസി പറയുന്നു. അതേ റിപ്പോർട്ടിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് വത്തിക്കാൻ ന്യൂസ് പറയുന്നത് ലോകമെമ്പാടുമായി ഓരോ ദിവസവും 13 ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല്ലപ്പെടുന്നുണ്ട് എന്നാണ്. ഈ 13-ൽ 10 പേരും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളുടെ കയ്യാലാണെന്നുള്ളത് മറക്കരുതിട്ടാ. ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് നൈജീരിയയിൽ മുസ്ലിങ്ങളുടെ കയ്യാൽ ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുന്നത് സർവ്വസാധാരണമായ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. 2020 മെയ് 18 കാത്തലിക് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 2020 മാത്രം, അതായത് 2020 ജനുവരി 1 മുതൽ മെയ് 18 വരെയുള്ള 4.5 മാസക്കാലം കൊണ്ട് മാത്രം 600-ലധികം ക്രിസ്ത്യാനികൾ നൈജീരിയയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് 4.5 മാസം കൊണ്ട്. എന്നാൽ അടുത്ത മാസമായപ്പോഴേക്കും, അതായത് 2020 ജൂൺ ആയപ്പോഴേക്കും മുസ്ലിങ്ങളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട നൈജീരിയൻ ക്രിസ്ത്യാനികളുടെ എണ്ണം ഇരട്ടിയായി. കൃത്യമായി പറഞ്ഞാൽ നൈജീരിയയിലെ 1202 ക്രിസ്ത്യൻ വിശ്വാസികളെയാണ് ഖുർആനും ഹദീസുകളും പഠിച്ച മുസ്ലിങ്ങൾ കൊന്നുകളഞ്ഞത്. കാത്തലിക് തിയോളജിക്കൽ എത്തിക്സിൻ്റെ വെബ്സൈറ്റിൽ പറയുന്നത് ഇതൊരു സ്ലോ മോഷൻ വാറാണെന്നാണ്. അതായത് കൃത്യമായ അജണ്ടയോടെ കൃത്യമായ ഇടവേളകളിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത്ര ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടേയിരിക്കുക എന്ന തന്ത്രമാണ് നൈജീരിയയിലെ മുസ്ലിങ്ങൾ പുറത്തെടുക്കുന്നത്. ലോകത്ത് വംശഹത്യകൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനോസൈഡ് വാച്ച് പറയുന്നത് പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത നിസ്സഹായരായ ക്രിസ്ത്യാനികളുടെ കൊലക്കളമാണ് നൈജീരിയ എന്നാണ്. ഇത് നൈജീരിയയിലെ കാര്യം മാത്രമാണ് കേട്ടോ, മറ്റു രാജ്യങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ നൈജീരിയയിലത്തെ മാത്രമാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇതുപോലെ ക്രിസ്ത്യാനികളെ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും വെറുതെ ഒരു തോന്നലിൻ്റെ പുറത്ത് മുസ്ലിങ്ങൾ ചെയ്യുന്നതാണോ ഇത്? അല്ല എന്നുള്ളതാണ് സത്യം. ഇതിന് ശക്തമായ ഒരു തിയോളജിക്കൽ റീസൺ ഉണ്ട്. അർത്ഥമറിയാത്ത അറബി ഭാഷയിൽ ഖുർആൻ ഓതുക മാത്രം ചെയ്യുന്ന വെറും നാമധാരി മുസ്ലിങ്ങളല്ല ഈ കൊലപാതകങ്ങൾ നടത്തുന്നത്. മറിച്ച് ഖുർആൻ ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങളാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നുള്ള സത്യം നിങ്ങൾ മറന്നു പോകരുത്. അതിശക്തമായ വിധത്തിൽ ക്രൈസ്തവ വിരോധം വമിപ്പിക്കുന്ന പുസ്തകങ്ങളാണ് ഖുർആനും ഹദീസുകളും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് തെളിവുകൾ തരാം. യഹൂദന്മാരോടും ക്രിസ്ത്യാനികളോടും യുദ്ധം ചെയ്യുവാനും അവരെ കീഴടക്കി അവരിൽ നിന്ന് കപ്പം വാങ്ങിക്കുവാനുമാണ് ഖുർആൻ അതിൻ്റെ അനുയായികളായ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സൂറ 9:29. വേദം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവൻ്റെ ദൂതനും നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതത്തെ മതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തുകൊള്ളുക. അവർ കീഴടങ്ങിക്കൊണ്ട് കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. സൂറ 9:29. ഇവിടെ വേദം നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയുമാണ്. അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അവർ അള്ളാഹുവും മുഹമ്മദ് നിഷേധിച്ച സംഗതികൾ നിഷേധിക്കുന്നില്ലെങ്കിൽ, അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനും അവരെ കീഴടക്കി അവരിൽ നിന്ന് കപ്പം വാങ്ങുവാനുമാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. ഇത് മുഹമ്മദും അനുയായികളും അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഹദീസുകളും ഇസ്ലാമിക ചരിത്രവും പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. മുസ്ലിങ്ങൾ ഈ ആയത്ത് അനുസരിക്കാൻ നടന്നതിൻ്റെ അനന്തരഫലമാണ് കുരിശുദ്ധങ്ങളൊക്കെ. ക്രിസ്ത്യാനികളെ കീഴടക്കി അവരിൽ നിന്ന് കപ്പം വാങ്ങണം എന്ന് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവർ യൂറോപ്പ് വരെ പോയി
ക്രിസ്ത്യാനികളോട് യുദ്ധം ചെയ്യാൻ, ക്രിസ്ത്യാനികളെ കീഴടക്കി, യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികളൊക്കെ കീഴടക്കി ഒന്നുകിൽ അവരെ ഇസ്ലാമാക്കി കൺവേർട്ട് ചെയ്യാം, മുസ്ലിങ്ങളാക്കാൻ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കപ്പം വാങ്ങിക്കാൻ വേണ്ടി. അവസാനം നിവൃത്തികേട് കൊണ്ട് യൂറോപ്പ് നടത്തിയ പ്രതിരോധമാണ് കുരിശുദ്ധം. അല്ലാതെ ഈ കുരിശുദ്ധം എന്ന് പറയുന്നത് മക്കയിലോ മദീനയിലോ വന്ന് അവിടെയുള്ള മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ ആക്രമിച്ചതൊന്നുമല്ല. നമുക്കിനി വേറൊരു ആയത്ത് നോക്കാം. സത്യവിശ്വാസികളെ, യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത്. അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണ് താനും. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ്. അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല, തീർച്ച. സൂറ 5:51. യഹൂദരെയും ക്രൈസ്തവരെയും ഒരിക്കലും സുഹൃത്തുക്കളാക്കരുതെന്നാണ് ഖുർആൻ മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ആയത്ത് കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഒരു മുസ്ലിം ബാലൻ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയുമായോ അല്ലെങ്കിൽ യഹൂദനുമായോ ആത്മാർത്ഥമായ ഒരു സൗഹൃദം ഉണ്ടാക്കുക? അവനതിന് ഒരിക്കലും കഴിയില്ല. കുരുന്നു മനസ്സുകളിൽ പോലും വർഗീയ വിഷം കുത്തി നിറയ്ക്കുന്ന പുസ്തകമാണ് ഈ ഖുർആൻ എന്ന് പറയുന്നത്. കൃത്യമായി പ്രമാണങ്ങളിൽ ആരുമായി കൂട്ടുകൂടരുന്നാണോ എഴുതി വച്ചിരിക്കുന്നത്, ആ കൂട്ടരുമായി സൗഹൃദ സമിതിയും ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഇമാമുകൾ. അവർക്ക് ഈ ആയത്തൊന്നും അറിയാൻ പാടില്ലാത്തതല്ല, അവർ തക്കിയ പ്രയോഗിക്കുന്നതാണ്. തക്കിയ പ്രയോഗിക്കുന്ന ഇസ്ലാം എന്ന ഐഡിയോളജി അത് ആത്മീയതയേ അല്ല, സത്യദൈവത്തിനെതിരായ അധികാര രാഷ്ട്രീയത്തിനെയാണ് ഈ ഐഡിയോളജി, ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യുന്നത്. ഒരു പ്രദേശത്തിൻ്റെ അധികാരം പിടിച്ചെടുത്ത് മറ്റുള്ളവരെ ആ അധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന് സത്യദൈവത്തിനെതിരായി മാറ്റുക എന്നുള്ളതാണ് ആ ഐഡിയോളജിയുടെ ആത്യന്തിക ലക്ഷ്യം. അത് മനസ്സിലാക്കാനുള്ള ബോധം വിൻസെൻ്റ് കുണ്ടുകളടക്കമുള്ള 3 പുരോഹിതന്മാർക്ക് ഇല്ലാതായി പോയത് കൊണ്ടാണ് അവർ തങ്ങളുടെ കീഴിലുള്ള ആടുകളെ ചെന്നായ്ക്കളുടെ മുന്നിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി നിന്നു കൊടുത്തത്. ക്രിസ്ത്യാനികളുമായി കൂട്ടുകൂടരുന്ന് മാത്രമല്ല, അവരെ വഴിയിൽ കണ്ടുമുട്ടിയാൽ പോലും അവരോട് പ്രയാസം പ്രകടമാക്കണമെന്നും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹദീസ് വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, റസൂൽ പറഞ്ഞു, ജൂതന്മാരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സലാം കൊണ്ട് ആരംഭിക്കരുത്. അവരെ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 39 ഹദീസ് നമ്പർ 13. ഇവിടെ ഈ ഹദീസിൻ്റെ മലയാള പരിഭാഷകർ ഒരു തട്ടിപ്പ് കാണിച്ചിട്ടുണ്ട്. യഹൂദനെയോ ക്രിസ്ത്യാനിയോ കണ്ടാൽ അവരോട് പ്രയാസം പ്രകടമാക്കണം എന്നേ അവർ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. എങ്ങനെയാണ് ആ പ്രയാസം പ്രകടമാക്കേണ്ടത് എന്നുകൂടി മുഹമ്മദ് വളരെ വ്യക്തമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മലയാള പരിഭാഷയിലില്ല. sunna.com എന്നുള്ള ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ നിങ്ങളെ കാണിക്കാം. അതാ വായിച്ചത്. ഇങ്ങനെയാണത്: യഹൂദരെയോ ക്രിസ്ത്യാനികളെയോ നിങ്ങൾ വഴിയിൽ കണ്ടുമുട്ടിയാൽ അവരുടെ ബലപ്രയോഗത്തിലൂടെ വഴിയുടെ ഇടുങ്ങിയ ഭാഗത്തുകൂടെ നടക്കാൻ നിങ്ങൾ നിർബന്ധിതരാക്കണമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. എന്നുവെച്ചാൽ വിശാലമായ വഴി മുസ്ലിങ്ങൾക്ക് നടക്കാനുള്ളതാണ്. യഹൂദനും ക്രിസ്ത്യാനിയും നടക്കേണ്ടത് ഇടുങ്ങിയതും ഞെരുങ്ങിയതുമായ വഴിയിലൂടെ ആയിരിക്കണം. മുഹമ്മദ് ആ കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ടായിരുന്നു. ഫാദർ സെബാസ്റ്റ്യൻ പൈനാടത്തിനോടും ഫാദർ തോമസ് തറയിലിനോടും ഫാദർ വിൻസെൻ്റ് കുണ്ടുകുളത്തിനോടും ഞാൻ പറയട്ടെ, ഇന്നിവിടെ ഇസ്ലാം ന്യൂനപക്ഷമായിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇമാമുകൾ നിങ്ങളോട് കൂട്ടുകൂടാൻ വന്നിരിക്കുന്നത്. ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അവസ്ഥ മാറും. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല പിന്നെ നടക്കാൻ പോകുന്നത്. ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ഞങ്ങളോട് തിരിച്ചു പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഗൾഫ് രാജ്യങ്ങളിൽ ജോലിക്ക് പോയ എത്രയോ ക്രിസ്ത്യാനികളുണ്ട്, അവരോടൊന്നും അവിടുത്തെ മുസ്ലിങ്ങൾ ഇങ്ങനെ പെരുമാറുന്നില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ പറയാൻ പോകുന്നത്. അതിനുള്ള മറുപടിയും ഞങ്ങളിപ്പോൾ തന്നെ അങ്ങ് തന്നേക്കാം. നിങ്ങൾ അതിനു വേണ്ടി ഇനി വേറെ വീഡിയോ ഇറക്കി കഷ്ടപ്പെടണ്ട. ഈ പറഞ്ഞ ഗൾഫ് നാടുകളിലുള്ളത് കറകളഞ്ഞ ഇസ്ലാമാണോ? അല്ല. ഏത് കടുത്ത ഇസ്ലാമിസ്റ്റും പറയും ഗൾഫ് രാജ്യങ്ങളിലുള്ളതൊന്നും പ്യുവർ ഇസ്ലാം അല്ല എന്ന്. കാരണം ബാറുണ്ട്, സിനിമാ തിയേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിരോധിച്ചിരിക്കുന്ന പല സംഗതികളും ഈ ഗൾഫ് നാടുകളിലുണ്ട്. അതുകൊണ്ട് അവർ ഖുർആൻ ഹദീസുകൾ അനുസരിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള വിചാരം വേണ്ട. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അറബികൾക്ക് അമുസ്ലിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട്. ഭൂമിയിൽ എണ്ണയുണ്ട്, അതെടുക്കാനുള്ള ടെക്നോളജി അറബിക്ക് അറിയില്ല. അതുകൊണ്ട് പാശ്ചാത്യ നാടുകളിലുള്ള ക്രിസ്ത്യാനികളുടെ സഹായം അവർക്ക് വേണം. ആ ക്രിസ്ത്യാനിയനെ ഇതേപോലെ ഈ ഖുറാനിലെ ഹദീസുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ക്രിസ്ത്യാനിയോട് ഇടപെട്ട് കഴിഞ്ഞാൽ അവന് തിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവൻ കഷ്ടപ്പെടും. ഇവന് ഈ എണ്ണ, ഭൂമിക്കടിയിൽ കിടക്കുന്ന എണ്ണ മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ടെക്നോളജി ഇവനറിയില്ല. ഇനി ടെക്നോളജി കിട്ടിയോണ്ട് മാത്രമായില്ലല്ലോ, അത് പുറത്തെത്തിക്കണമെങ്കിൽ മനുഷ്യാധ്വാനം വേണം. ഈ മടിയന്മാരായ അറബികൾക്ക് മേലനങ്ങാൻ വയ്യ. അതുകൊണ്ട് അവർക്ക് 3-4 ലോക രാജ്യങ്ങളിൽ നിന്നുള്ള അമുസ്ലിങ്ങളെ ആവശ്യമുണ്ട്. തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അമുസ്ലിങ്ങളെ ഉപയോഗിക്കാനുള്ള അനുവാദം മുഹമ്മദും മലക്കും മുസ്ലിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ അനുവാദം പ്രയോജനപ്പെടുത്തുകയാണ് അറബികൾ ചെയ്യുന്നത്. അതെന്തോ വലിയ മഹാകാര്യമാണെന്ന നിലയിൽ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നത് തന്നെ നിങ്ങളുടെയൊക്കെ ഗതികേടാണ്. ഒരു മനുഷ്യായുസ് മുഴുവനും അറബി നാട്ടിൽ നിങ്ങൾ താമസിച്ച് പണിയെടുത്താലും നിങ്ങൾ അവിടുത്തെ പൗരനാകില്ല. അതേസമയം നിങ്ങൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ചെന്ന് ചില വർഷങ്ങൾ മാത്രം അവിടെ താമസിച്ചാൽ മതി, നിങ്ങൾക്ക് അവിടുത്തെ പൗരത്വം ലഭിക്കും. അതാണ് വ്യത്യാസം. കാരണം അറബികൾ നിങ്ങളെ കാണുന്നത് മനുഷ്യനായിട്ടല്ല, അവരുടെ അടിമയായിട്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പൗരത്വം തന്ന് അവരെ പോലെ തന്നെയുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് നിങ്ങളെ അവർ ഉയർത്താൻ ആഗ്രഹിക്കാത്തത്. അടിമയായിട്ട് തന്നെ കിടക്കണമെന്ന് അവർ ചിന്തിക്കുന്നത്.
അമുസ്ലിങ്ങളെ ആവശ്യമില്ലാത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളോട് പെരുമാറുന്നത് എന്ന കാര്യം കൂടി നോക്കിയാലേ ഈ ഗൾഫ് രാജ്യത്തിനെ പിടിച്ചുകൊണ്ട് നിങ്ങൾ വരുന്ന ഈ വാദത്തിൻ്റെ പൊള്ളത്തരം സാധാരണക്കാർക്ക് പിടികിട്ടുകയുള്ളൂ എന്നുള്ളതിനാൽ ഞാൻ അതും വിവരിക്കാം. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും അതുപോലെ ആഫ്രിക്കൻ ഇസ്ലാമിക രാജ്യങ്ങളിലും ഒന്നും ആ മുസ്ലിങ്ങളെ കൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല, അവരെ കൊണ്ട് ആവശ്യമില്ല. ഈ ഗൾഫ് രാജ്യങ്ങളിലെ അറബികൾക്ക് ടെക്നോളജിയും മനുഷ്യാധ്വാനവുമായിട്ട് ആ മുസ്ലിങ്ങൾ ആവശ്യമുള്ളതുപോലെ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ മറ്റ് ഇസ്ലാമിക സ്ഥാൻ എന്ന് പറയുന്ന കസാക്കിസ്ഥാൻ അങ്ങനെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും ഇതിൻ്റെ ആവശ്യമില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്ന ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളിലും ഈ അമുസ്ലിങ്ങളുടെ ആവശ്യമില്ല. അതുകൊണ്ട് എന്തുണ്ടാകുന്നു? അവിടെയുള്ള അമുസ്ലിങ്ങളുടെ ജീവിതം നരകതുല്യമാണ്. ഈ ഖുർആനിലും ഹദീസുകളിലും പറഞ്ഞിരിക്കുന്നത് പോലെയാണ് അവിടെയുള്ള അമുസ്ലിങ്ങളുടെ നേരെ മുസ്ലിങ്ങൾ പെരുമാറുന്നത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ, 2020 ജനുവരി 1 മുതൽ ജൂൺ 6 വരെയുള്ള 6 മാസക്കാലം കൊണ്ട് നൈജീരിയയിൽ മാത്രം ഖുർആൻ ഹദീസുകളും പഠിച്ച മുസ്ലിങ്ങൾ കൊന്നു തള്ളിയത് 1202 ക്രിസ്ത്യാനികളെയാണ്. അതിനുശേഷമുള്ള കണക്ക് വരെയുണ്ട്, അതിന് മുമ്പുള്ള കണക്കുമുണ്ട്. 2015 കണക്കൊക്കെ വളരെ വലുതാണ് ആ സമയത്ത് കൊല്ലപ്പെട്ടത്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കയ്യാൽ 2014, 15, 16 ആ വർഷങ്ങളിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം വളരെയധികമാണ്. അപ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികളെ കൊണ്ട് ആവശ്യമില്ല, അതുകൊണ്ടാണ് അവർ കൊന്നു തള്ളുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ക്രിസ്ത്യാനികൾ ആവശ്യമുണ്ട്. ക്രിസ്ത്യാനികളുടെ ടെക്നോളജി അധ്വാനം ഇല്ലെങ്കിൽ അറബികൾ പഴയതുപോലെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്ത് മണലാരണ്യത്തിൽ ടെൻ്റടിച്ച് ആ ഉണങ്ങിയ കാരക്കയും ചപ്പി ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു ടോളറൻസ് കാണിക്കുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഒറ്റ സംസ്ഥാനത്തും ക്രിസ്ത്യാനികളെ കൊണ്ട് മുസ്ലിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ക്രിസ്ത്യാനികളെ പരിഗണിക്കും എന്ന് ഒരുത്തരും വ്യാമോഹിക്കേണ്ട. കാശ്മീരിലൊക്കെ നമ്മൾ കണ്ടതാണ് അവിടെയുള്ള അമുസ്ലിങ്ങളോട് എന്താണ് മുസ്ലിങ്ങൾ ചെയ്തതെന്ന്. അതൊക്കെ തന്നെയേ കേരളത്തിലും മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ സംഭവിക്കാൻ പോകുന്നുള്ളൂ. നമ്മൾ അതേ പ്രതീക്ഷിച്ചാൽ മതി, വേറൊന്നും പ്രതീക്ഷിക്കേണ്ട. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമായാൽ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും എന്താണ് ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ഹദീസ് വായിക്കാം. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും. മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 63. ഇനി വേറൊരു ഹദീസ് നോക്കാം. ഉമർ ഇബ്നുൽ ഖത്വാബിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. സുനാനു തിർമിദി അധ്യായം 59 ഹദീസ് നമ്പർ 1606. വീണ്ടും ഒരു ഹദീസ് കൂടി. ജാബിറിൽ നിന്ന് നബി പറഞ്ഞു കേട്ടതായി ഉമർ ഇബ്നുൽ ഖത്വാബ് എന്നോട് പറഞ്ഞു, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല. സുനാനു തിർമിദി അധ്യായം 19 ഹദീസ് നമ്പർ 1607. മുഹമ്മദിൻ്റെ ഈ ആഗ്രഹം നിറവേറിയില്ല. അതിനു മുമ്പേ മരിച്ച് കള്ളപ്രവാചകന് വേണ്ടി ഒരുക്കിയിരുന്ന ഗന്ധക തീപ്പൊയിലേക്ക് അയാൾ പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ മുഹമ്മദിൻ്റെ ഈ ആഗ്രഹത്തെക്കുറിച്ച് അറിയാമായിരുന്ന ഉമർ ഖലീഫയായപ്പോൾ മുഹമ്മദിൻ്റെ ഈ ആഗ്രഹം നടത്തി കൊടുത്തു. ഹദീസ് ഞാൻ വായിക്കാം. ഇബ്നു ഉമർ പറയുന്നു, ഹിജാസിൻ്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാടുകടത്തി. ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാടുകടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിൻ്റേതും അവൻ്റെ ദൂതൻ്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിൻ്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു. നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്കിവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി. പിന്നീട് തൈമാവ്, അരിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 41 ഹദീസ് നമ്പർ 1047. മുസ്ലിങ്ങൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞ ക്രിസ്ത്യാനികളെ നാട് കടത്തുന്ന ഈ പരിപാടി തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിൽ, തിക്രത്തിലും മൊസൂളിലും ഒക്കെ നടപ്പാക്കിയത്. മൊസൂളിൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഖുർആനും ഹദീസുകളും പഠിച്ച ഇസ്ലാമിക് സ്റ്റേറ്റിലെ മുസ്ലിങ്ങൾ മൊസൂളിലെ ക്രിസ്ത്യാനികളോട് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുക, അല്ലെങ്കിൽ ജസിയ നൽകുക, അതുമല്ലെങ്കിൽ നാട് വിട്ടുപോവുക. ഈ മൂന്നിനും തയ്യാറല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളയും, നിങ്ങൾ കൊല്ലപ്പെടാൻ തയ്യാറായിക്കുമെന്നാണ് പറഞ്ഞു. Days after ISIS issued a threatening convert to Islam ultimatum, scores of Iraqi Christian families are fleeing the city of Mosul. In its continued pursuit of an Islamic caliphate, ISIS released a statement Friday to all Christians living in the city. Convert to Islam, pay a fine equivalent to about $470 for being Christian, or face death. CNN reports at least 52 Christian families fled Mosul Saturday morning.
and an armed group restricted some of them from bringing anything but the clothes on their backs. One civilian said, "They told us you're to leave all of your money, gold, jewelry, and go with only the clothes on you." ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇറാഖ്. 1-ാം നൂറ്റാണ്ട് മുതൽ അവിടെ ക്രിസ്ത്യാനികളുണ്ട്. അവരാണ് സ്വന്തം നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്. അങ്ങനെ ഓടിപ്പോകുന്ന ക്രിസ്ത്യാനികളോട് ഇസ്ലാമിക് സ്റ്റേറ്റ് പറഞ്ഞത് അവരുടെ പണവും സ്വർണവും ആഭരണങ്ങളും എല്ലാം ഉപേക്ഷിച്ച് വസ്ത്രങ്ങൾ മാത്രം എടുത്തുകൊണ്ട് പോകാനാണ്. ഇതും മുഹമ്മദ് കാണിച്ചു കൊടുത്തൊരു മാതൃകയാണ്. ചില യഹൂദ ഗോത്രങ്ങളെ മദീനയിൽ നിന്ന് നാട് കടത്തുമ്പോൾ മുഹമ്മദും അവരോട് പറഞ്ഞിരുന്നത് സ്വത്തെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകാനായിരുന്നു. ഒട്ടകങ്ങളെയും കുതിരകളെയും പിന്നെ അത്യാവശ്യത്തിന് ഭക്ഷിക്കാനുള്ള ആഹാരവും മാത്രമേ എടുക്കാൻ മുഹമ്മദ് അവരെ അനുവദിച്ചിരുന്നുള്ളൂ. ഇത്തരം ഹദീസുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖിലെ ക്രിസ്ത്യാനികളോടും ഇങ്ങനെ തന്നെ ചെയ്തത്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ നേതൃത്വ നിരയിലുണ്ടായിരുന്ന ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരെല്ലാം ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപം കൊള്ളുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെ സാധാരണക്കാരായി ജീവിച്ചവരാണ്. മതഭ്രാന്തൊന്നും കാണിക്കാതെ സാധാരണക്കാരായി ജീവിച്ചിരുന്ന ഈ ആളുകൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇത്രമാത്രം ക്രൂരത കാട്ടാൻ തയ്യാറുള്ള കൊടും ഭീകരന്മാരായി രൂപാന്തരം പ്രാപിച്ചതെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം ഖുർആനും ഹദീസുകളും അവരിൽ വരുത്തിയ മാറ്റമാണത് എന്നുള്ളതാണ്. ഖുർആനും ഹദീസുകളും പഠിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോ മുസ്ലിമും യഥാർത്ഥത്തിൽ ഓരോ ഭീകരനാണ്. ഞാനിത് പറയുമ്പോൾ ഇത്തിരി കടന്നുപോയില്ലേ എന്നൊരു പക്ഷേ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഒട്ടും കടന്നുപോയിട്ടില്ല. ഞാൻ പറയാവുന്നതിൻ്റെ ഏറ്റവും ചുരുക്കി നേർപ്പിച്ച് ലളിതമായിട്ടാണ് പറഞ്ഞത്. ഏറ്റവും നേർപ്പിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഖുർആനും ഹദീസുകളെന്ന് പറയുന്നത് അതുപോലെയുള്ള പുസ്തകമാണ്. അതുപോലെ അന്യമത വിദ്വേഷം അത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്ന പുസ്തകങ്ങളാണിത്. യുദ്ധപുസ്തകങ്ങളാണിത്, മറ്റൊന്നുമല്ല. ഇന്ത്യ പോലെയുള്ള മുസ്ലിം ന്യൂനപക്ഷ രാജ്യങ്ങളിൽ ഒരുപക്ഷെ ഇവർ ഈ ഭീകരത പുറത്തെടുത്തില്ലെന്ന് വരാം. പക്ഷെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ സ്ഥിതി മാറും. ഭൂരിപക്ഷം ആകണമെന്നൊന്നുമില്ല. സാധാരണ കുടുംബജീവിതം നയിക്കുന്ന മുസ്ലിങ്ങൾ വരെ ഖുർആനും ഹദീസുകളും ശരിയായി പഠിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇസ്ലാം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഖുർആനും ഹദീസുകളും അങ്ങനെ തന്നെ പിൻപറ്റി ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടക്കും. ഉറപ്പാണ്. ഞാനിത് വെറുതെ പറഞ്ഞൊന്നുമല്ല, വസ്തുതകളാണ്. വർഷങ്ങളായി ഇസ്ലാമിനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ചരിത്ര ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഇന്ന് വർത്തമാനകാലത്ത് ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ ഇതെല്ലാം ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഇൻ്റർനെറ്റിൻ്റെ കാലമാണിപ്പോൾ. വിവരങ്ങൾ അങ്ങനെ മറച്ചു വയ്ക്കാനൊന്നും പറ്റില്ല. മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ മാത്രം വിവരങ്ങൾ കിട്ടുന്ന പഴയ കാലമല്ല ഇത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മിണ്ടാതിരുന്നു കഴിഞ്ഞാലും ഒരു വിവരം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് എത്തും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്നുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇത് വെറുതെ പറഞ്ഞതല്ല എന്നുള്ളതിന് തെളിവിന് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറയാം. 2018 മെയ് മാസത്തിൽ ഇന്തോനേഷ്യയിലെ രണ്ടാമത്തെ വലിയ നഗരമായ സുരബയ നഗരത്തിലെ 3 ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ നടന്ന ബോംബാക്രമണം ഇതിന് നല്ലൊരു തെളിവാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിന് നല്ലൊരു തെളിവാണ്. നമ്മുടെയൊക്കെ അയൽവക്കത്ത് താമസിക്കുന്ന സാധാരണ മുസ്ലിം കുടുംബം പോലെ തന്നെയുള്ള ഒരു കുടുംബമായിരുന്നു ഈ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത്. 3 ക്രിസ്ത്യൻ പള്ളികളിൽ ബോംബ് സ്ഫോടനം നടത്തിയത് ഒറ്റ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഒറ്റ കുടുംബം മൊത്തം. ഡിത്ത ഒയ്പ്രിയാർട്ടോ, അയാളുടെ ഭാര്യ 42 വയസ്സുള്ള പുജി കുസ്വതി, മൂത്ത മകൻ 18 വയസ്സുള്ള യൂസഫ്, രണ്ടാമത്തെ മകൻ 16 വയസ്സുള്ള ഫിർമാൻ, മൂന്നാമത്തെ മകൾ 12 വയസ്സുള്ള ഫാദില, പിന്നെ 4ാമത്തെ മകൾ 9 വയസ്സുള്ള പമേല റിസ്കിത എന്നിങ്ങനെ 6 പേർ അടങ്ങിയ ആ കുടുംബം സാധാരണ ജീവിതം നയിച്ചു വരികയായിരുന്നു. പുജി എന്ന ആ സ്ത്രീ, ആ കുടുംബനാഥ, അതായത് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അമ്മ, അയാളുടെ ഭാര്യയായിരിക്കുന്ന ആ സ്ത്രീ ഒരു നഴ്സായിരുന്നു. പക്ഷെ അവർ തൻ്റെ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് അറിയാമോ? അവരുടെ അയൽക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അയൽക്കാരൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി. ഇവരിങ്ങനെ ഭീകരാക്രമണം നടത്തുന്ന പറഞ്ഞിട്ട് എല്ലാവരും സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. രണ്ട് അയൽക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: വർഷങ്ങളായിട്ട് എനിക്ക് അവരറിയാം, ഞാൻ അവരെ എല്ലാ ദിവസവും കാണുന്ന ആളാണ്. പുതിയൊരു നഴ്സായിരുന്നു, പക്ഷേ രക്തം കണ്ടാൽ അവൾക്ക് ഓക്കാനം വരും. അതുകൊണ്ട് അവൾ ആശുപത്രിയിലെ ജോലി ഉപേക്ഷിച്ചു. അതുമാത്രമല്ല, രോഗികളിങ്ങനെ വേദനിച്ച് കാണുന്നത് അവൾക്ക് വളരെ വിഷമം ഉണ്ടാക്കിയതുകൊണ്ട്, അത് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ടും കൂടിയാണ് അവൾ ആ ജോലി ഉപേക്ഷിച്ചത്. എന്നിട്ട് അവൾ സ്വന്തം മക്കളോട് ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്നാണ് അയൽവക്കക്കാരൻ ചോദിച്ചത്. ഈ ഭീകരാക്രമണം നടത്തുന്നതിൻ്റെ തലേ ദിവസം പോലും അവർ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് ഇയാൾ കാണുന്നുണ്ട്. ഇയാളുടെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താണ് ഫുഡ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരോട്. അതൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുമില്ല, കുട്ടികൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് പോയിട്ട് പൊട്ടിത്തെറിച്ചത്. ഈ കുടുംബം കുറച്ച് നാൾ സിറിയയിലേക്കൊരു സന്ദർശനം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അവിടെ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ അയൽപക്കത്ത് താമസിക്കുന്ന മുസ്ലിം ഫാമിലികളുണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെ താമസിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഫാമിലി സിറിയയിലേക്ക് ഒരു ടൂർ പോയി. ആ ടൂർ പോയി തിരിച്ചു വന്നതിന് ശേഷമാണ് മാറ്റം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ആ കുടുംബം ഒന്നടങ്കം 9 വയസ്സുള്ള ആ ഇളയ പെൺകുട്ടി മുതൽ
കുടുംബനാഥം വരെയുള്ള എല്ലാവരും, ആ 6 പേരും ഒന്നടങ്കം ചാവേർ ആക്രമണകാരികളായിട്ട് മാറിയത്. അതുവരേക്ക് രക്തം കണ്ടാൽ തല കറങ്ങിയിരുന്ന, മറ്റു മനുഷ്യരുടെ വേദന കണ്ടു നിൽക്കാൻ കഴിയാതിരുന്ന ഈ പുജി കുസ്വതി സ്വന്തം കുഞ്ഞുങ്ങളെ അടക്കം കൊല്ലാൻ തയ്യാറായ ചാവേറായി മാറി. ഇസ്ലാം എന്ന ഐഡിയോളജി ഇങ്ങനെയുള്ള ഒന്നാണ്. ഒരു മുസ്ലിം ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി അർത്ഥമറിഞ്ഞ് പഠിച്ചാൽ ഒന്നുകിൽ അവൻ ഇസ്ലാം ഉപേക്ഷിക്കും, അതല്ലെങ്കിൽ അവനൊരു കൊലയാളിയായി മാറും. അത്ര വൃത്തികെട്ട ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാമുമായിട്ടാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന സെബാസ്റ്റ്യൻ പൈനാടത്തും തോമസ് തറയിലും വിൻസെൻ്റ് കുണ്ടുകുളവുമൊക്കെ സൗഹൃദ സമിതി ഉണ്ടാക്കാൻ പോയിരിക്കുന്നത്. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 15-ലും 17-ലും നീചനായ ഇടയൻ എന്ന് കർത്താവ് ചിലരെ വിളിക്കുന്നുണ്ട്. നീചനായ ഇടയൻ, ആ ലിസ്റ്റിൽ പെടുത്താവുന്ന നീചരായ ഇടയന്മാരാണ് ഇവരൊക്കെ. സ്വന്തം ആട്ടിൻകൂട്ടത്തിൻ്റെ സുരക്ഷയല്ല ഇവർക്ക് പ്രധാനം. ഇവർക്ക് പ്രധാനം മറ്റു പലതുമാണ്, ഇവരുടെ സ്വാർത്ഥമായിട്ടുള്ള പല കാര്യങ്ങളുമാണ്. സുരബയിലെ 3 പള്ളികളിലാണ് ആ കുടുംബം ആക്രമണം നടത്തിയത്. 12ഉം 9ഉം വയസ്സുള്ള സ്വന്തം പെൺമക്കളുടെ ദേഹത്ത് പുജി കുസ്വതി ബെൽറ്റ് ബോംബ് കെട്ടിവെച്ചു. സ്വന്തം ദേഹത്തിലും ബെൽറ്റ് ബോംബ് കെട്ടി. ഡിത്ത ഇപ്രിയാർട്ട തൻ്റെ കാറിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു. 16ഉം 18ഉം വയസ്സുള്ള 2 ആൺമക്കൾ അവരുടെ ബൈക്കുകളിൽ അതിശക്തിയുള്ള സ്ഫോടക വസ്തുക്കൾ കെട്ടിവെച്ചു. എന്നിട്ട് ആ കുടുംബം ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇറങ്ങി. ഇന്തോനേഷ്യൻ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ മുറ്റത്ത് ബെൽറ്റ് ബോംബുകൾ ധരിച്ച ഭാര്യ പുജി കുസ്വതിയെയും 2 പെൺമക്കളെയും അയാൾ ഇറക്കി വിട്ടു. എന്നിട്ട് സുരബയ സെൻറ്റർ പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ മൈതാനത്തേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി അയാൾ ഓടിച്ചുപോയി. 16ഉം 18ഉം വയസ്സ് പ്രായമുള്ള 2 ആൺമക്കൾ സാന്താ മരിയ കത്തോലിക്ക പള്ളിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച മോട്ടോർ സൈക്കിളുകൾ ഓടിച്ചു കയറ്റി പൊട്ടിത്തെറിച്ചു. ഈ ആക്രമണത്തിന് ശേഷം 5 മിനിറ്റ് ഇടവേളയിൽ മറ്റ് 2 ആക്രമണങ്ങളും നടന്നു. 2 ബാഗുകളുമായി പുജി കുസ്വതിയും മക്കളും പള്ളിയുടെ അകത്തേക്ക് കടക്കുകയും എന്നിട്ട് അവിടെ ആദ്യം കണ്ട ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഈ പുജി കുസ്വതി അങ്ങ് ആലിംഗനം ചെയ്തു. അങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബോംബ് പൊട്ടിച്ച് അവിടെ ചാവേറായിട്ട് അങ്ങ് സ്ഫോടനം നടത്തുകയും ചെയ്തു. ഇവർ മാത്രമല്ല, സുരബായിലെ വേറെ 2 കുടുംബക്കാർ കൂടി ഇതേപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നതാണ്. പക്ഷേ പോലീസിന് ആ വിവരം ചോർന്ന് കിട്ടി. ഈ ഞായറാഴ്ച ഇങ്ങനെ ഈ സ്ഫോടനമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ 3 പള്ളികളിൽ സ്ഫോടനം നടന്നപ്പോൾ പോലീസ് പെട്ടെന്ന് അലേർട്ടായി. പിന്നെ സംശയമുള്ള പലരെയും പിടിച്ച് ചോദ്യം ചെയ്തു. ആകെ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിവരങ്ങളിങ്ങനെ പലതും ചോർന്ന് കിട്ടി. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് വേറെ 2 കുടുംബക്കാരും ഇതേപോലെ തന്നെ ആ കുടുംബം ഒന്നടങ്കം ചാവേർ ആക്രമണത്തിന് തയ്യാറായിട്ടുള്ളതായിട്ട് ഇവർക്ക് വിവരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച രാത്രി ഒരു കുടുംബത്തിനെ പോലീസ് വളഞ്ഞു. അവർ ആ വീടിൻ്റെ, ആ കുടുംബം താമസിക്കുന്നത്, അതായത് ഭാര്യയും ഭർത്താവും പിന്നെ ഒരു കൊച്ചു കുഞ്ഞും, അങ്ങനെ 3 പേരേ ഉള്ളൂ ആ വീട്ടിൽ. ആ 3 പേരും ചാവേറുകളാകാൻ, കൊച്ചു കുഞ്ഞ് പാവം അത് അറിഞ്ഞിട്ടൊന്നുമില്ല, അതിൻ്റെ മേത്ത് ബോംബ് കെട്ടി വെച്ചിട്ട് വിടുകയാണ്. അവരുടെ വീട് വളഞ്ഞു പോലീസ്. അങ്ങനെ വളഞ്ഞു കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ളവർക്ക് മനസ്സിലായി പിടിക്കപ്പെടുമെന്ന്. അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പോലീസ് അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ ബോംബ് പൊട്ടിച്ച് അവരങ്ങ് കൊല്ലപ്പെട്ടു. അവരെല്ലാം മരിച്ചു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ 2ാമത്തെ കുടുംബം, ആ കുടുംബത്തിൽ 5 അംഗങ്ങളുണ്ട്. 8 വയസ്സുള്ള ഒരു പെൺകുട്ടി അടക്കം 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി, മറ്റേ കുടുംബത്തിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ, ഭീകരാക്രമണം നടത്താൻ തയ്യാറെടുത്തിരുന്ന മറ്റേ കുടുംബത്തിനെ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി റെയ്ഡ് ഇങ്ങോട്ടും വരും, വിവരം എങ്ങനെയെങ്കിലും ചോരും, ഞങ്ങളും ഇതുപോലെ ചാവേർ ബോംബ് ആക്രമണം നടത്താൻ തയ്യാറായിരിക്കും എന്നുള്ള വിവരം എങ്ങനെയെങ്കിലും ചോർന്ന് കിട്ടും, പോലീസിന് കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഇങ്ങോട്ട് വരുമെന്ന് മനസ്സിലായി. അവരതുകൊണ്ട് പോലീസ് വരാൻ കാത്തു നിന്നില്ല. അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ 5 പേരും കൂടി 2 മോട്ടോർ ബൈക്കുകളിൽ സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ സുരബായ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ആ കെട്ടിടത്തിന് നേരെ ചെന്ന് അതിൻ്റെ എൻട്രൻസിൽ പോയിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു. ആ 8 വയസ്സുള്ള കുഞ്ഞ് മരിച്ചില്ല, ആ കുഞ്ഞ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പക്ഷേ ബാക്കി 4 പേരും കൊല്ലപ്പെടുകയും ചെയ്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇങ്ങനെയുള്ള ആക്രമണങ്ങളെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? കാരണം സ്വന്തം ജീവനിൽ കൊതിയില്ലാത്ത ആൾക്കാരെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? നമ്മളെല്ലാം സ്വന്തം മക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കാനും തയ്യാറുള്ളവരാണ്. എന്നാൽ അർത്ഥമറിഞ്ഞ് പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാം പഠിച്ചവർ ഒരിക്കലും അങ്ങനെയല്ല, നമ്മളെപ്പോലെയല്ല. അവർ അള്ളാഹുവിന് വേണ്ടി സ്വയം ചാവുക മാത്രമല്ല, സ്വന്തം മക്കളെ അള്ളാഹുവിന് വേണ്ടി കൊലയ്ക്ക് കൊടുക്കുകയും ചെയ്യും. അമുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി സ്വന്തം മക്കളുടെ ദേഹത്ത് ബോംബ് കെട്ടിവെച്ച് വിടും. അത്ര വൃത്തികെട്ട ഐഡിയോളജിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇത് മനുഷ്യവർഗത്തിനൊരു ശാപമാണ്. ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഈ മതം കൊണ്ട് മനുഷ്യന് എണ്ണമില്ലാത്ത ദോഷങ്ങളല്ലാതെ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് മനുഷ്യനെ കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടി പിശാചുണ്ടാക്കിയെടുത്തതാണ്. ഞങ്ങളുടെ കർത്താവ് പറഞ്ഞൊരു വാചകം ഇങ്ങനെയാണ്: മോഷ്ടിപ്പാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി
ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10:10-11 വാക്യങ്ങൾ. ഞങ്ങളുടെ കർത്താവ് മനുഷ്യരെ കൊല്ലാൻ വേണ്ടി വന്നവനല്ല, മനുഷ്യർക്ക് വേണ്ടി കൊല്ലപ്പെടാൻ വന്നവനാണ്. ആ മാതൃകയാണ് ഞങ്ങളെ നയിക്കുന്നത്. എന്നാൽ ഇസ്ലാമിന് അങ്ങനെയല്ല. അത് ഇസ്ലാമിനകത്ത് മറ്റുള്ളവരെ കൊല്ലുക എന്നുള്ളതാണ് അതിനകത്ത് ഉള്ള കൽപ്പന. അർത്ഥമറിഞ്ഞ് ഖുർആൻ ഹദീസുകളും പഠിക്കുന്നവർക്ക് മനസ്സിലാകും എന്താണ് അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നതെന്ന്. അവരത് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടി ആരെയും കൊല്ലാൻ, സ്വന്തം മക്കളെ അടക്കം കൊല്ലാൻ അവർക്കൊരു മടിയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മതഭ്രാന്തന്മാരെ നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? പറ്റുകയില്ല. നമുക്ക് പറ്റുന്നത് ഒഴിവാക്കി നിർത്തുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെയുള്ളൊരു പുസ്തകമാണെന്ന് പറഞ്ഞ് മറ്റുള്ള എല്ലാവരെയും ബോധവൽക്കരിക്കുക. ഈ പുസ്തകം ഇതിങ്ങനെയുള്ളതാണ്. ഈ പുസ്തകം വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളോട് സ്നേഹത്തിൽ ചിരിച്ചു കളിച്ച് നടക്കുന്നവരൊക്കെ ആയിരിക്കാം. പക്ഷേ എന്നെങ്കിലും ഒരിക്കൽ അവന് തോന്നുകയാണ് ഈ ജീവിതം ശരിയല്ല, ഞാൻ ഇങ്ങനെയൊന്നും ജീവിക്കേണ്ട, ഞാൻ ഇനി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുമെന്ന് അവൻ തീരുമാനിച്ചാൽ. ഇപ്പോൾ എനിക്കറിയാവുന്ന കുറേ ആളുകളുണ്ട്, ക്രിസ്ത്യാനികളായി ജനിച്ചു വീണിട്ട് തോന്നിയതുപോലെ ജീവിച്ചിങ്ങനെയൊക്കെ നടന്നിട്ട് ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വിചാരിക്കുകയാണ് ഇങ്ങനെ നടന്നാൽ പോരാ, ഇത് ശരിയല്ല, ഈ ജീവിതത്തിന് അർത്ഥമില്ല, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇതനുസരിച്ച് ജീവിക്കണമെന്നും പറഞ്ഞ് ബൈബിളിലേക്ക് തിരിഞ്ഞ് സ്വസ്ഥവും സമാധാനവുമായി മറ്റുള്ളവർക്ക് പ്രയോജനകരമായ അർത്ഥവത്തായ ജീവിതം നയിക്കുന്ന അനേകരെ എനിക്കറിയാം. ഇനി അതുപോലെ അല്ലാതെ മറ്റു മതങ്ങളിലൊക്കെ പലതിലും ജനിച്ച് വീണ് അങ്ങനെയൊക്കെ വളർന്നിട്ട് സുവിശേഷം വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് വന്ന് ജീവിതം രൂപാന്തരപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അതുപോലെ തന്നെ ഹിന്ദുക്കളിലുള്ള എൻ്റെ ചില സ്നേഹിതന്മാരും ഉണ്ട്. അവരും മദ്യപിച്ച് ഇങ്ങനെയൊക്കെ നടന്നിരുന്ന ആളുകൾ പിന്നെ അതൊക്കെ നിർത്തി അവരും ഭക്തിമാർഗത്തിലേക്ക് തിരിഞ്ഞ് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കുക. ഒരു മുസ്ലിം യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ ആ ഭക്തിമാർഗത്തിലേക്ക് മാറിയാൽ അവൻ ലോകത്തിനൊരു ശാപമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക്. ലോകത്തിന് പൊതുവെ ശാപമാണ്, ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകിച്ച് അവൻ ശാപമാണ്. കാരണം ക്രിസ്ത്യാനികളെ കൊല്ലുക എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഒരു അജണ്ട തന്നെയാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ എങ്ങനെ കൊല്ലുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ ആ ഹദീസ് വായിക്കാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, ഒരു മുസ്ലിമും മരിക്കുന്നില്ല അള്ളാഹു അവൻ്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 50. ഓരോ മുസ്ലിമും മരിക്കുമ്പോഴും അവനോടൊപ്പം ഒരു ക്രിസ്ത്യാനിയോ ജൂതനോ മരിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഈ മുസ്ലിമിൻ്റെ പാപമൊക്കെ യഹൂദിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ മേൽ ചുമത്തി അവനെ നരകത്തിലിടാനും മുസ്ലിമിനെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഹദീസുകളുണ്ട്. ഞാൻ വായിക്കാം. അബൂ മൂസ നിവേദനം, നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ഓരോ മുസ്ലിമിന് പകരവും ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിലേക്ക് തള്ളും. എന്നിട്ട് അവനോട് പറയും, ഇത് നിനക്ക് നരകത്തിൽ നിന്നുള്ള മോചനമാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 49. വേറൊരു ഹദീസ് കൂടി നോക്കാം. അബൂ ബുർദ തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പർവ്വതം പോലുള്ള പാപങ്ങളുമായി വരും. എന്നിട്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. അവ ക്രിസ്ത്യാനികളുടെയോ ജൂതരുടെയോ മേൽ വയ്ക്കും. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 51. ഇത് ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ ഒന്നുമല്ല, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമായിട്ടാണ് ഹദീസുകളിൽ കാണുന്നത്. എന്നാൽ മുൻപ് നാം കണ്ട ഹദീസ് ഉണ്ടല്ലോ, അത് ഉയർത്തെഴുന്നേൽപ്പ് നാളിലെ ഹദീസല്ല. ആ ഹദീസ് ഞാൻ ഒന്നുകൂടി വായിക്കാം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തൻ്റെ പിതാവിൽ നിന്ന് നിവേദനം, നബി പറഞ്ഞു, ഒരു മുസ്ലിമും മരിക്കുന്നില്ല അള്ളാഹു അവൻ്റെ സ്ഥാനത്ത് ഒരു ക്രിസ്ത്യാനിയെയോ ജൂതനെയോ നരകത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 49 ഹദീസ് നമ്പർ 50. ഇത് ഇപ്പോഴത്തെ അവസ്ഥയാണ്, ഭാവിയിലത്തല്ല, ഇപ്പോഴത്തെ. ഓരോ മുസ്ലിമും ഇന്ന് മരിക്കുമ്പോൾ അവൻ നരകത്തിൽ പോകാതിരിക്കണമെങ്കിൽ അവൻ്റെ പാപം ഏറ്റെടുത്ത് നരകത്തിൽ പോകാൻ പകരം ഒരു ക്രിസ്ത്യാനിയോ യഹൂദനോ വേണം. അതായത് ഒരു മുസ്ലിം മേലോട്ട് പോകുമ്പോൾ അതോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഒരു യഹൂദനെയോ മേലോട്ടേക്ക് വിടണം. എങ്കിൽ മാത്രമേ ആ മുസ്ലിം നരകത്തിൽ പോകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവൻ നരകത്തിൽ പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? ക്രിസ്ത്യാനികളെ കൊല്ലുന്നത്. ക്രിസ്ത്യാനികൾ സാധാരണഗതിയിൽ മുസ്ലിങ്ങൾ മരിക്കുന്നു, ക്രിസ്ത്യാനികളും മരിക്കുന്നുണ്ട്. പക്ഷേ ആ എണ്ണം ടാലി ആയില്ലെങ്കിലോ, ഈക്വൽ ആയില്ലെങ്കിലോ, മുസ്ലിങ്ങൾ കൂടുതലും ക്രിസ്ത്യാനികൾ കുറവാണെങ്കിലോ, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ആയുർദൈർഘ്യം കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് അവർ മരിക്കുന്നില്ല. അവരുടെ മരണത്തിൻ്റെ ഇത് കുറവും, മുസ്ലിങ്ങളാണെങ്കിൽ കൂടുതൽ മരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യാണ്? ഈ മരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ കുറേ മുസ്ലിങ്ങൾ മരിച്ചിട്ടുണ്ടാകും,
അതനുസരിച്ച് ക്രിസ്ത്യാനികളും മരിക്കണം. ക്രിസ്ത്യാനികളും മരിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ സംഗതി ടാലിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് യഹൂദൻ്റെ അടുത്ത് ഇതിനു വേണ്ടി ചെന്നാൽ, യഹൂദനെ കൊന്ന ടാലിയാക്കാമെന്ന് വിചാരിച്ച് ചെന്ന് കഴിഞ്ഞാൽ യഹൂദന്മാർ ഇവന്മാരുടെ 7 തലമുറ മുമ്പ് വരെയുള്ള അപ്പനപ്പൂമ്മമാരുടെ ഫോസിലുണ്ടല്ലോ, അതുവരെ അവരടിച്ചു കളയും. യഹൂദന്മാരെ ചെയ്യുന്നവർക്കറിയാം. അതറിയാവുന്നതുകൊണ്ട് ഇവർ യഹൂദന്മാരുടെ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കില്ല, ഇതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നോക്കുകയില്ല. പകരം ക്രിസ്ത്യാനികളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തൊരു മുസ്ലിം മരിച്ചാലും അവൻ്റെ ആത്മാവ് നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി അവന് പകരം ഒരു ക്രിസ്ത്യാനിയെയും കൂടി അങ്ങ് അയക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇവർ ക്രിസ്ത്യാനികളെ ഇങ്ങനെ കൊന്നു മുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹദീസുകളെക്കുറിച്ച് അറിവുള്ള നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന സാധാരണക്കാരനായ മുസ്ലിമിൻ്റെ അയൽവക്കത്തുള്ളൊരു ക്രിസ്ത്യാനി മരിച്ചു എന്നറിഞ്ഞാൽ അവനുള്ളിനുള്ളിൽ സന്തോഷിക്കുക ചെയ്യുക. കാരണം എൻ്റെ മതത്തിൽപ്പെട്ട ഒരാളുടെ പാപം ഏറ്റെടുത്ത് അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരു ക്രിസ്ത്യാനി അങ്ങോട്ട് മേലോട്ടേക്ക് പോയി എന്നേ അവൻ ചിന്തിക്കുകയുള്ളൂ. മനസ്സിലായോ? അയൽവക്കത്ത് കിടക്കുന്ന ഒരു ക്രിസ്ത്യാനി മരിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ അറിയാവുന്നൊരു മുസ്ലിം, പ്രമാണം പഠിച്ചുള്ളൊരു മുസ്ലിം ഉള്ളിനുള്ളിൽ ചിരിക്കുകയുള്ളൂ, സന്തോഷിക്കുകയുള്ളൂ. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച യേശുക്രിസ്തുവും ക്രിസ്ത്യാനിയായ അയൽക്കാരൻ്റെ മരണത്തിൽ സന്തോഷിക്കാൻ മതബോധമുള്ള മുസ്ലിമിനെ പഠിപ്പിച്ച മുഹമ്മദും രണ്ടുപേരും തമ്മിൽ അജഗജ അന്തരമുണ്ട്. എന്നിട്ടും ക്രൈസ്തവരും മുസ്ലിങ്ങളും സഹോദര സമൂഹങ്ങളിൽ പെടുന്നവരാണെന്നും പറഞ്ഞുകൊണ്ട് ജിഹാദികളുടെ വാളിന് കീഴിലേക്ക് കത്തോലിക്കരെ നയിക്കാൻ നോക്കുകയാണ് സെബാസ്റ്റ്യൻ പൈനാടത്തും വിൻസെൻ്റ് കുണ്ടുകുളവും തോമസ് തറയിലും പിന്നെ ഈ ജോസ് വള്ളിക്കാട്ടുമൊക്കെ. ജൂദാസ് കരിയാത്ത പോലും ഇവരെക്കാൾ എത്രയോ മാന്യനായിരുന്നു എന്ന് പറയാതെ നിർവാഹമില്ല സുഹൃത്തുക്കളെ. ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില കത്തോലിക്കർക്കൊക്കെ എന്നോട് വിഷമം തോന്നിയിരിക്കും. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല, വസ്തുതയാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൂരത കാണിക്കുന്ന കാര്യത്തിൽ ഖുർആൻ ഹദീസുകളും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഓരോ ഇസ്ലാമിക സംഘടനകളും അന്യോന്യം മത്സരിക്കുകയാണ്. ഒരു ഭീകരാക്രമണത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, അയ്യോ ഇതെന്തൊരു ക്രൂരതയാണ്, ഇങ്ങനെയൊക്കെ മനുഷ്യനോട് ക്രൂരത കാണിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അടുത്ത ജിഹാദി അറ്റാക്ക് അതിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുമോ ആദ്യമുള്ളവർ ഇവരെക്കാളും ഡീസൻ്റ് ആയിരുന്നു, കാരണം ഇത്രയും ക്രൂരത അവർ കാണിച്ചില്ലല്ലോ എന്ന്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഭീകരാക്രമണം അതിൻ്റെ വാർത്ത കേൾക്കുമ്പോഴോ അപ്പം ആയിരിക്കും ആ 2 പേര് ഇവരെക്കാൾ എത്രയോ മെച്ചമായിരുന്നു എന്നോ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇല്ലാതൊന്നുമല്ല. ഇപ്പോഴത്തെ മൊസാംബിക്കിലെ ആക്രമണം, മൊസാംബിക്കിലേക്ക് ആഹാരവുമായി പോയ ട്രക്ക് ഡ്രൈവർമാരെ കൊന്ന് കഴുത്തറുത്തിട്ട് ആ ട്രക്കിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. അവിടെയുള്ളവർക്ക് ആഹാരമായി പോയ വണ്ടിയുടെ ഡ്രൈവർമാരാണ് അവരെ കൊന്ന്. അതായത് ഭീകരത ഉണ്ടാക്കുക, ടെറർ ഉണ്ടാക്കി മറ്റുള്ളവരെ അവരുടെ ഉള്ളിലും ഭയം ഭയങ്കരമായിട്ട് വളർത്തുക. അപ്പോൾ ഈ ഓരോ മുസ്ലിം സംഘടനകളും ഓരോ ഭീകരാക്രമണത്തിലും ഇതുപോലെ ക്രൂരതകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? അതിനും പ്രമാണമുണ്ട്, വെറുതെ ഒന്നും അവർ ചെയ്യുന്നതല്ല. അത് ഹദീസുകൾ അനുസരിച്ച് ഒരു മുസ്ലിം മരിച്ച് നരകത്തിൽ ചെന്ന് പെട്ടാലും ചിലരുടെയൊക്കെ ശുപാർശ കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാം. ഖുർആൻ ഇക്കാര്യത്തിൽ തികച്ചും വൈരുദ്ധ്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഖുർആൻ പറയുന്നത് 2 കാര്യങ്ങളും പറയുന്നുണ്ട്. ഞാൻ ആദ്യത്തെ വായിക്കാം. ഒരാൾക്ക് ശുപാർശ ചെയ്യാൻ പറ്റില്ല, ശുപാർശ ചെയ്ത് അള്ളാഹു കേൾക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ആ ആയത്ത് ആദ്യം വായിക്കാം. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് ഒരാളിൽ നിന്നും ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായവും ലഭിക്കുകയുമില്ല എന്ന് സൂറ 2:48 പിന്നെ മറ്റ് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വൈരുദ്ധ്യങ്ങളുടെ ഒരു കൂമ്പാരമാണല്ലോ. അതുകൊണ്ട് ഇതേ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത് അള്ളാഹു ചിലർക്ക് അനുവാദം കൊടുക്കും, അങ്ങനെ അനുവാദം കിട്ടിയ ആൾക്കാർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്താമെന്നാണ്. സൂറ 2:55 അള്ളാഹു അവനല്ലാതെ ദൈവമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല, അവൻ്റേതാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം, അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്, അവരുടെ മുമ്പിലുള്ളതും അവർക്ക് പിമ്പിലുള്ളതും അവൻ അറിയുന്നു, അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല, അവൻ്റെ അധികാരപീഠം ആകാശഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാകുന്നു, അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല, അവൻ ഉന്നതനും മഹാനുമത്രേ. സൂറ 2:255. ഇനി ഇഷ്ടംപോലെ ആയത്തുകളുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ കഴിയും എന്നുള്ളതിന്. അതുപോലെ ഇഷ്ടംപോലെ ആയത്തുകളുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആർക്കും പറ്റുകയില്ല എന്നും പറയുന്നത്. ഇതായാലും ആ വിഷയം വേറൊരു വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഹദീസുകളിൽ നമ്മൾ കാണുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ നടത്തുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഞാൻ ചില ഹദീസുകൾ വായിക്കാം. ജാബിർ നിവേദനം. ശുപാർശ കൊണ്ട് അള്ളാഹു ഒരു വിഭാഗത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് നബി അതെ എന്ന് മറുപടി നൽകി. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 318. ഇങ്ങനെ ശുപാർശ ചെയ്യുന്നവരിൽ ഒന്നാമത്തെ ആൾ മുഹമ്മദ് ആണെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ആ ഹദീസും വായിക്കാം.
അനസ് ഇബ്നു മാലിക് നിവേദനം, നബി പറഞ്ഞു, സ്വർഗത്തിൽ വെച്ച് ആദ്യമായി ശുപാർശ ചെയ്യുന്നത് ഞാനായിരിക്കും. പ്രവാചകരിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉള്ളത് എനിക്കാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 330. ഇപ്പം മുഹമ്മദിൻ്റെ ശുപാർശ തൻ്റെ സമുദായത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയായിരിക്കും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഓരോ പ്രവാചകനും ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തനിക്ക് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയുണ്ട്. പുനരുദ്ധാന നാളിൽ എൻ്റെ സമുദായത്തിനു വേണ്ടി ശുപാർശയ്ക്കായി ആ പ്രാർത്ഥന കരുതി വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 334. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഓരോ പ്രവാചകനും ഓരോ പ്രാർത്ഥനയുണ്ട്. എൻ്റെ പ്രാർത്ഥനയെ പുനരുദ്ധാന ദിനത്തിൽ എൻ്റെ സമുദായത്തിനായുള്ള ശുപാർശയായിട്ട് കരുതി വയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 335. തൻ്റെ സമുദായത്തിലുള്ള ആർക്കൊക്കെ വേണ്ടിയാണ് താൻ ശുപാർശ ചെയ്യുന്നത് എന്ന കാര്യവും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസും ഞാൻ വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, ഓരോ പ്രവാചകനും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയുണ്ട്. തൻ്റെ പ്രാർത്ഥനയിൽ ഓരോ പ്രവാചകനും ധൃതി കാണിച്ചു. എൻ്റെ പ്രാർത്ഥന പുനരുദ്ധാന നാളിൽ എൻ്റെ സമുദായത്തിന് ശുപാർശയ്ക്ക് വേണ്ടി ഞാൻ കരുതി വച്ചിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കാതെ മരിച്ചുപോയ എൻ്റെ സമുദായത്തിൽപ്പെട്ടവർക്ക് അത് ലഭിക്കുന്നതാണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 339. ശിർക്ക് ചെയ്യാതെ അഥവാ അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ മരിച്ചുപോയ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് ശുപാർശ ചെയ്യും എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ അവർക്ക് വേണ്ടി മാത്രമാണോ മുഹമ്മദ് ശുപാർശ ചെയ്യുക? അല്ല, വേറെ ചിലർക്ക് വേണ്ടിയും മുഹമ്മദ് ശുപാർശ ചെയ്യും. അതറിയാൻ നാം വേറെ ഹദീസുകൾ പരിശോധിക്കണം. സുനാനു തിർമിദിയിൽ നിന്നുള്ള ആ ഹദീസുകൾ ഞാൻ വായിക്കാം. ഔഫ് ഇബ്നു മാലിക്കിൽ അഷ്ജയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ നാഥങ്കൽ നിന്നുള്ള ഒരാഗതൻ എന്നെ സമീപിച്ചു. എന്നിട്ട് സമുദായത്തിലെ പകുതി പേരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതോ ശുപാർശ ചെയ്യുന്നതോ രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യം നൽകി. ഞാൻ ശുപാർശയ്ക്കുള്ള അവകാശം തിരഞ്ഞെടുത്തു. അള്ളാഹുവിൽ യാതൊന്നും പങ്കുചേർക്കാതെ മരണപ്പെട്ടവർക്കുള്ളതാണ് അത്. സുനാനു തിർമിദി അധ്യായം 35 ഹദീസ് നമ്പർ 2443. ഇത് നമ്മൾ കുറച്ച് മുമ്പ് സ്വഹീഹ് മുസ്ലിം കണ്ട അതേ ഹദീസ് തന്നെയാണ്. എന്നാൽ ഇതിന് മുമ്പുള്ള വേറെ 2 ഹദീസുകൾ കൂടിയുണ്ട്. അത് ഞാൻ വായിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ശിർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമല്ല വേറെ ചില ആളുകൾക്കും കൂടി വേണ്ടി മുഹമ്മദ് ശുപാർശ ചെയ്യുമെന്നുള്ളത്. അനസിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ വൻ ദോഷങ്ങൾ ചെയ്യുന്നവർക്കുള്ളതാണ് എൻ്റെ ശുപാർശ. സുനാനു തിർമിദി അധ്യായം 35 ഹദീസ് നമ്പർ 2437. വേറൊരു ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു, എൻ്റെ സമൂഹത്തിൽ വൻ ദോഷങ്ങൾ ചെയ്തവർക്കുള്ളതാണ് എൻ്റെ ശുപാർശ. ജാബിർ പറഞ്ഞു, വൻ ദോഷക്കാരിൽപ്പെട്ടവനല്ലെങ്കിൽ അവൻ എന്തിനാണ് ശുപാർശ? സുനാനു തിർമിദി അധ്യായം 35 ഹദീസ് നമ്പർ 2438. കണ്ടോ, ഒരു മുസ്ലിം ശിർക്ക് ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് മാത്രമായില്ല, അവൻ വൻ ദോഷം ചെയ്യുന്നവൻ കൂടിയായാലേ മുഹമ്മദ് അവന് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ പോവുകയുള്ളൂ. ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തവർക്ക് വേണ്ടി ലോ ക്ലാസ് ടീമുകൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശയായിട്ട് ചെല്ലും. അത് ചിലപ്പോൾ അള്ളാഹു സ്വീകരിക്കും, ചിലപ്പോൾ സ്വീകരിച്ചില്ല എന്നൊക്കെ വരും, തള്ളിക്കളഞ്ഞെന്നൊക്കെ വരാം. എന്നാൽ മുഹമ്മദിനെ പോലെ ഒരാൾ ശുപാർശ ചെയ്യണമെങ്കിൽ അവന് അല്ലറ ചില്ലറ കുറ്റങ്ങൾ ചെയ്ത ലോക്കൽ ടീമായാൽ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ പോകുന്നത് മുഹമ്മദിനെ നാണക്കേടാണ്. അതുകൊണ്ട് മുഹമ്മദ് ശുപാർശ ചെയ്യുന്നത് വൻ ദോഷങ്ങൾ ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. അതാണ് ഈ ഹദീസുകളിൽ പറയുന്നത്. അതിൽ ജാബിർ പറയുന്നത് കേട്ടില്ലേ, വൻ ദോഷക്കാരിൽപ്പെട്ടവനല്ലെങ്കിൽ പിന്നെ അവനെന്തിനാണ് ശുപാർശയുടെ ആവശ്യം എന്നാണ് ജാബിർ ചോദിക്കുന്നത്. അത് ശരിയാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളും അതങ്ങ് വിടും. അവന് വേണ്ടി ഇപ്പോൾ ആരും ശുപാർശയ്ക്കൊന്നും വരണമെന്നൊന്നുമില്ല. ശരി, അങ്ങ് ക്ഷമിച്ച് വിട്ടെന്നിരിക്കും. പക്ഷേ വൻ ദോഷം, ഭയങ്കര മഹാ അപരാധങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ടീമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് പറയും, ശരിയാവില്ല, നിന്നെ ഇനി ഇവിടെ ജോലിക്ക് എടുക്കുന്നില്ല. ഒരു ജോലി സ്ഥാപനത്തിലാണെങ്കിൽ അങ്ങനെയുള്ള വൻ കുറ്റം എന്തെങ്കിലുമൊക്കെ ചെയ്തവനാണെങ്കിൽ ചിലപ്പോൾ പിരിച്ചുവിടും. അല്ലെങ്കിൽ ഒരു കലാലയത്തിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥിയെ പുറത്താക്കും. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോഴാണ് MLA നെ MP നെ അവരെ അവരിലൊക്കെ വിളിച്ചുകൊണ്ട് ശുപാർശയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അല്ലെങ്കിൽ അങ്ങനെ വലിയ വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശുപാർശയുടെ ആവശ്യമൊന്നുമില്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മുഹമ്മദും പറയുന്നത്. ഇസ്ലാമിനകത്ത് വൻ ദോഷങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയേ ഞാൻ ശുപാർശിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് ഖുർആൻ ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ ക്രൂരത കാണിക്കുന്നതിൽ അന്യോന്യം മത്സരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? മുഹമ്മദിൻ്റെ ശുപാർശ അള്ളാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല. മുഹമ്മദ് ശുപാർശ ചെയ്യണമെങ്കിൽ അതിനൊരു യോഗ്യത വേണം. ആ യോഗ്യത എന്ന് പറയുന്നത് വൻ ദോഷങ്ങൾ ചെയ്യുന്നവനായിരിക്കണം അവൻ എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് സ്വന്തം മക്കളുടെ ദേഹത്ത് ബെൽറ്റ് ബോംബ് കെട്ടിവെക്കാൻ ഖുർആൻ ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മാതാപിതാക്കൾക്ക് കൈവിറയ്ക്കാത്തത്. അതുകൊണ്ടാണ് AK-47 കയ്യിലേന്തി പെഷവാറിലെ സ്കൂളിലേക്ക് ഇരച്ചു കയറി നിരപരാധികളായ 134 കുഞ്ഞുങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഖുർആൻ ഹദീസുകളും പഠിച്ചവർ തയ്യാറായത്. അതുകൊണ്ടാണ് കടൽ മാർഗ്ഗം മുംബൈയിലേക്ക് കടന്ന് നിരപരാധികളായ മനുഷ്യരെ കൊന്നുതള്ളാൻ ഖുർആൻ ഹദീസുകളും പഠിച്ചവർ തയ്യാറായത്. അതുകൊണ്ടാണ് തട്ടിയെടുത്ത വിമാനങ്ങൾ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് ഇടിച്ചു കയറ്റി നിരപരാധികളായ ആയിരക്കണക്കിന് പേരെ കൊന്നെടുക്കാൻ ഖുർആൻ ഹദീസുകളും പഠിച്ചവർക്ക് സാധിച്ചത്. വൻ ദോഷങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ മത്സരിക്കുകയാണ്. എന്നേക്കാൾ കൂടുതൽ ദോഷം വേറൊരുത്തൻ ചെയ്താൽ നബി എന്നെ തള്ളിക്കളഞ്ഞ് അവനു വേണ്ടി ശുപാർശ ചെയ്യുമോ, ഞാൻ നരകത്തിലേക്ക് പോകേണ്ടി വരുമോ എന്ന ചിന്തയാണ് ഇവനെ ഭരിക്കുന്നത്. ആ ചിന്തയിലാണ് രക്തം കണ്ടാൽ തല കറങ്ങിയിരുന്ന, അന്യരുടെ വേദന കാണാൻ മനസ്സില്ലാതെ ജോലി ഉപേക്ഷിച്ച പുജി കുസ്വതിയെപ്പോലെയുള്ളവർ പോലും സ്വന്തം മക്കളുടെ ദേഹത്ത് ബെൽറ്റ് ബോംബ് കെട്ടിവെച്ച് പൊട്ടിത്തെറിക്കാൻ വിടുന്നത്. മുഹമ്മദ് എന്ന വ്യക്തി മാനവരിൽ മഹോന്നതനാണെന്നും പറഞ്ഞ് ഇവന്മാർ നടക്കുമ്പോൾ അവൻ മനുഷ്യവർഗത്തിൻ്റെ തീരാശാപമാണെന്ന് ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലോകം കണ്ട ഏറ്റവും ക്രൂരന്മാരായ ആളുകൾ പോലും അവരുടെ ജീവിതകാലത്ത് മാത്രമേ ക്രൂരത കാണിച്ചിട്ടുള്ളൂ. ഹിറ്റ്ലർ ആയാലും, സ്റ്റാലിൻ ആയാലും, മുസോളിനി ആയാലും, പോൾപോട്ട് ആയാലും, മാവോ സേതുങ് ആയാലും, ചെങ്കിസ് ഖാൻ ആയാലും, നീറോ കൈസർ ആയാലും അവരെല്ലാം തങ്ങളുടെ ജീവിതകാലത്ത് മാത്രമേ മറ്റുള്ള മനുഷ്യരുടെ ജീവിതം നരകതുല്യമാക്കിയിട്ടുള്ളൂ. എന്നാൽ മുഹമ്മദ് ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല, മരിച്ച് 1400 കൊല്ലത്തിനടുത്തായിട്ടും ഇന്നും മനുഷ്യരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ പിന്തുടരുന്നവരുടെ ജീവിതങ്ങളെ മാത്രമല്ല, അവനുമായി ഒരു ബന്ധവുമില്ലാത്ത മനുഷ്യരുടെ ജീവിതങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരനാണ് മുഹമ്മദ്. അവനെ എങ്ങനെയാണ് സഹജീവി സ്നേഹമുള്ള ഒരു മനുഷ്യന് അംഗീകരിക്കാൻ സാധിക്കുക? എനിക്ക് സാധിക്കുകയില്ല. ഇത് പറയുന്നതിൻ്റെ പേരിൽ കൊല്ലപ്പെട്ടാലും ശരി, അവനെ മനുഷ്യചരിത്രത്തിലെ ഒരു കരിമ്പുള്ളിയായി മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. എനിക്കെന്ന് മാത്രമല്ല, മനസാക്ഷിയുള്ള ഏതൊരാൾക്കും അതങ്ങനെയേ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഖുർആൻ ഹദീസുകളൊക്കെ വായിച്ച ഏതൊരുത്തനും അങ്ങനെ തന്നെയേ മുഹമ്മദിനെ കാണുകയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇസ്ലാം പ്രതിസന്ധിയിലാകുമ്പോൾ എന്തുകൊണ്ടാണ് ജോസ് വള്ളിക്കാട്ടിനെയും സെബാസ്റ്റ്യൻ പൈനാടത്തിനെയും തോമസ് തറയിലിനെയും വിൻസെൻ്റ് കുണ്ടുകുളത്തിനെയും പോലുള്ള ക്രിസ്ത്യാനികളും പിന്നെ ചില നിരീശ്വരവാദികളുമൊക്കെ ഒരു തലത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത്? എന്തുകൊണ്ടാണ്? ഇവരൊക്കെ ക്രിസ്ത്യാനികളാണെങ്കിൽ ഇത് അബ്രഹാമിൻ്റെ മതമാണ്, നമ്മുടെ സഹോദര മതമാണ്, ഒരേ വിശ്വാസം പിൻപറ്റുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. നിരീശ്വരവാദികളാണെങ്കിലോ പല രീതിയിൽ വരും. കഴിഞ്ഞ ചില വീഡിയോകളിൽ നമ്മൾ കണ്ടല്ലോ, ഇസ്ലാം പ്രതിക്കൂട്ടിലാകുന്ന സമയത്ത് ഇവർ ഇസ്ലാമിനൊപ്പം മറ്റ് മതങ്ങളെയും പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി വീഡിയോയുമായിട്ടൊക്കെ വരും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് വരും. അതല്ലെങ്കിൽ ചില പ്രഭാഷകർ ഫാസിസത്തിനെതിരെ പൊരുതാൻ വേണ്ടി നമ്മൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണ കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ടൊക്കെ വരും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയാമോ? ഇതൊന്നും വെറുതെ അല്ല. പണമോ മറ്റു ഭൗതിക വസ്തുക്കളോ കൈപ്പറ്റിയിട്ടാണ് ഇവരിതിന് വരുന്നത്. കാശ് കൊടുത്ത ആളുകളെ ഇസ്ലാമിലേക്ക് മതം മാറ്റുക എന്നത് മുഹമ്മദിൻ്റെ കാലം മുതലേ മുസ്ലിങ്ങൾ ചെയ്തു വരുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ ഇസ്ലാമിലേക്ക് മതം മാറാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ മുമ്പാകെ വേറെ ഓഫറുകൾ വയ്ക്കും. അത് ഖുർആനിൽ നിന്നുള്ള ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആയത്ത് ഇതാണ്, ഞാൻ വായിക്കാം. ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിൻ്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. അള്ളാഹുവിങ്കൽ നിന്ന് നിശ്ചയിക്കപ്പെട്ടതത്രേ ഇത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. സൂറ 9:60. ഇതിൽ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്നൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരാണ് ഈ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ? അതറിയണമെങ്കിൽ നമ്മൾ തഫ്സീറുകളിലേക്ക് പോകണം. ഇവരുടെ കമൻട്രി ഉണ്ടല്ലോ, വ്യാഖ്യാനങ്ങൾ, അതിലേക്ക് പോകണം. ആദ്യം അമാനി മൗലവിയുടെ തഫ്സീർ തന്നെ നമുക്ക് നോക്കാം. ഈ വകുപ്പിൽ എന്ന് പറയുന്നത് മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽപ്പെട്ടതിൽ ഒന്നിലധികം തരക്കാർ ഉൾപ്പെടുന്നു. ഒരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അംഗീകരിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരാകുന്നു. ഹുനൈനിലെ ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് സൊഫ്വാൻ ഇബ്നു ഉമയ്യയ്ക്ക് നബി ഒരു വൻ തുക നൽകുകയുണ്ടായത് ഇതിനൊരു ഉദാഹരണമാണ്. മക്ക വിജയത്തെ തുടർന്ന് അനേകം ആളുകൾ വന്ന് ഇസ്ലാമിൽ പ്രവേശിച്ചപ്പോൾ തൻ്റെ കാര്യത്തിൽ ആലോചിക്കുവാൻ അല്പകാലം ഒഴിവ് നൽകണമെന്ന് നബിയോട് പറഞ്ഞ് ഒഴിവായ ഒരു ഖുറൈശി പ്രമാണിയായിരുന്നു അദ്ദേഹം. മുശ്രിക്കായിക്കൊണ്ടായിരുന്നു അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം ഹുനൈനിൽ സംബന്ധിച്ചിരുന്നതും. അദ്ദേഹം തന്നെ പറയുകയാണ്, ഹുനൈനിൻ്റെ ദിവസം എനിക്ക് റസൂൽ തരുവാൻ തുടങ്ങുമ്പോൾ
അവിടുന്ന് എനിക്ക് ജനങ്ങളിൽ വെച്ച് ഏറ്റവും വെറുപ്പുള്ള ആളായിരുന്നു. അങ്ങനെ തന്ന് മനുഷ്യരിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി തീർന്നു അവിടുന്ന്. അദ്ദേഹം പിന്നീട് ഇസ്ലാമിനെ അംഗീകരിച്ച് നല്ല നിലയിലായി തീരുകയും ചെയ്തു. മറ്റൊരു തരക്കാർ ഇസ്ലാമിനെ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വിശ്വാസം അടിയുറച്ച് കഴിഞ്ഞിട്ടില്ലാത്തവരാണ്. ഇവർക്ക് വിശ്വാസത്തിൽ ദൃഢതയും സ്ഥിരതയും ലഭിക്കുവാൻ ഇത് സഹായകമായിരിക്കും. മക്ക വിജയത്തിൽ പുതുതായി വിശ്വസിച്ച പലർക്കും ഹുനൈനിൽ വെച്ച് വലിയ തുകകൾ നബി നൽകുകയുണ്ടായി. ഇങ്ങനെയുള്ളവരെ ഇസ്ലാമുമായി ഇണക്കുവാൻ വേണ്ടിയാണിതെന്ന് നബി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. മൂന്നാമതൊരു തരക്കാർ മറ്റു ചിലരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി തീരുമെന്നോ? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഈ മൂന്നാമത്തെ തരക്കാരെ. മറ്റു ചിലരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുവാൻ കാരണമായി തീരുമെന്നോ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ വല്ലവരിൽ നിന്നും ഉണ്ടാകാവുന്ന ആക്രമണങ്ങളെ തടയുവാൻ ഉപകരിക്കുമെന്നോ കാണപ്പെടുന്നവർ, ഇവരും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അമാനി മൗലവി വിശുദ്ധ ഖുർആൻ വിവരണം പേജ് 1320, 1321. ഈ അവസാനം പറഞ്ഞ കാറ്റഗറി ശ്രദ്ധിച്ചോ? അവർ ഇസ്ലാമിലേക്ക് വരില്ല, പക്ഷേ അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ തടയാൻ ഇവരെ ഉപയോഗിക്കാമെന്ന് കണ്ടാലോ, ഇങ്ങനെയുള്ളവർക്ക് പണവും മറ്റും ഒക്കെ കൊടുത്ത് ഇവരെ കൊണ്ട് തങ്ങൾക്ക് വേണ്ടി സംസാരിപ്പിക്കും. അതാണ് ഇവർ ചെയ്യുന്നത്. ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിങ്ങൾ ഭീകരാക്രമണം നടത്തിയാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും കൊള്ളരുതായ്മകളൊക്കെ കാണിച്ച് ഇസ്ലാം പ്രതിക്കൂട്ടിലാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീമുകൾ ഇവരൊരിക്കലും ഇസ്ലാമിലേക്ക് വരില്ല. അവർ മതം മാറുകയില്ല, ഇസ്ലാമിലേക്ക് വരില്ല. അവർ അവരുടെ വിശ്വാസത്തിലോ അല്ലെങ്കിൽ വിശ്വാസ നിരീശ്വരവാദം എന്തോ ആണെങ്കിൽ അതിൽ തന്നെ നിൽക്കുകയുള്ളൂ. പക്ഷെ ഇവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഇസ്ലാമിന് അനുകൂലമായിട്ട് സംസാരിപ്പിക്കും. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇത് പ്രമാണങ്ങൾ വെച്ച് ഇസ്ലാമിന് ആശയതലത്തിൽ ആക്രമിക്കുമ്പോൾ ആ ആക്രമണം തടയാൻ വേണ്ടി ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഇവർ മുന്നിൽ നിർത്തും. നമ്മളിപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീറാണ് നോക്കിയത്. ഇനി നമുക്ക് അബുൽ ആല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ നിന്ന് സൂറ 9:60 വ്യാഖ്യാനം നോക്കാം. തഅലീഫുൽ ഖൽബ് എന്നാൽ മനസ്സ് ഇണക്കൽ എന്നാണ് അർത്ഥം. ഇസ്ലാമിൻ്റെ ശത്രുക്കളെങ്കിലും ധനം നൽകിയാൽ ശത്രുതയുടെ കാഠിന്യം ശമിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നവർ, അവിശ്വാസികളുടെ കൂട്ടത്തിലാണെങ്കിലും പണം കൊടുത്താൽ ശത്രുപാളയം വിട്ട് മുസ്ലിങ്ങളുടെ സഹായികളായി തീരാനിടയുള്ളവർ, ഇസ്ലാമിൽ പ്രവേശിച്ചവരും എന്നാൽ സാമ്പത്തിക സഹായം നൽകി സന്തോഷിപ്പിച്ചില്ലെങ്കിൽ മുൻ ശത്രുതയും സ്വന്തം ദൗർബല്യങ്ങളും കാരണമായി കുഫറിലേക്ക് തിരിച്ചു പോയേക്കുമെന്ന് ശങ്കിക്കപ്പെടുന്നവർ, ഇവരെല്ലാം പ്രകൃത നിയമത്തിൻ്റെ വരുതിയിൽപ്പെടുന്നു. സ്ഥിരം അലവൻസുകളോ താൽക്കാലിക സംഭാവനകളോ പാരിതോഷികങ്ങളോ നൽകി ഇത്തരക്കാരെ ഇസ്ലാമിൻ്റെ സഹായികളും സഹകാരികളുമാക്കാം, അല്ലെങ്കിൽ വിധേയരും ആജ്ഞാനുവർത്തികളുമാക്കാം. ചുരുങ്ങിയ പക്ഷം നിരുപദ്രവികളായ ശത്രുക്കളാക്കി നിർത്തുകയെങ്കിലും ചെയ്യാം. ഈ വകുപ്പിൽ യുദ്ധമുതലുകളും മറ്റു വരുമാനങ്ങളും മാത്രമല്ല, ആവശ്യമെങ്കിൽ സക്കാത്ത് ധനവും ചെലവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നൽകപ്പെടുന്നവർ ദരിദ്രരോ പരാശ്രിതരോ യാത്രക്കാരോ ആകണമെന്നില്ല. പണക്കാരും പ്രമാണിമാരുമാണെങ്കിലും സക്കാത്ത് മുതലിൽ നിന്ന് അവർക്ക് നൽകാവുന്നതാണ്. മൗദൂദി തഫ്ഹീമുൽ ഖുർആൻ വോളിയം 2 പേജ് 191. ഈ സൂറ 9:60 അനുസരിച്ചാണ് മുഹമ്മദ് ഈസയുടെ സഹോദരൻ മുഹമ്മദ് യൂസഫ് എനിക്ക് വീടും സ്ഥലമൊക്കെ ഓഫർ ചെയ്തത്. ഇസ്ലാമിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. നീ ഇങ്ങോട്ട് വാ, നിനക്ക് വേണ്ടുന്നൊക്കെ ഞങ്ങൾ തരാമെന്നും പറഞ്ഞ്. അപ്പോൾ ഞാനിനി ഇസ്ലാമിലേക്ക് ചെന്നില്ലെങ്കിൽ പോലും ഞാൻ ആ ഓഫറിനോട് അനുകൂലമായി ഞാൻ പ്രതികരിച്ച് ഇസ്ലാമിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവരടുത്ത ഘട്ടത്തിലേക്ക് കിടക്കും. എന്നാണ് നിരുപദ്രവകാരിയായൊരു ശത്രുവായിട്ട് നിൽക്കണം. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് ഇസ്ലാമിന് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. നീ ശത്രുപാളയത്തിൽ തന്നെ നിന്നോ, പക്ഷേ ഇസ്ലാമിന് അതിലൊന്നും പറയരുത്. നീ അങ്ങനെ മിണ്ടാതിരിക്കുന്നതിന് ഞങ്ങൾ നിനക്ക് പണം തരാം എന്നുള്ള ഘട്ടത്തിലേക്ക് അവർ പോകും. അത് കാരണം ഇവരെ പ്രമാണം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അതനുസരിച്ചാണ് ഇസ്ലാമിന് വേണ്ടി ചില സ്വാമിമാർ യൂട്യൂബിൽ കിടന്ന് തൊള്ള കീറുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാർ ഇസ്ലാമിന് വേണ്ടി വാദിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഫാസിസത്തിനെതിരെ നാം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പക്ഷത്ത് നിൽക്കണമെന്ന് പറയുന്നവരെ കാണുമ്പോൾ, അതല്ലെങ്കിൽ നിരീശ്വരവാദ കുപ്പായത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം വരുത്തിയ സാമൂഹിക വിപ്ലവങ്ങളെക്കുറിച്ച് ഘോരഘോരം വാദിക്കുന്നവരെ കാണുമ്പോൾ ഓർത്തുകൊള്ളുക, ഇവരെല്ലാം മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്ന ആ വിഭാഗത്തിൽ പെടുന്നവരാണ്. ഇസ്ലാമിന് തട്ടുകേട് വരാതിരിക്കാൻ വേണ്ടി ഇവരെ വിലക്കെടുത്തിരിക്കുകയാണ്. അത് മറക്കാതിരിക്കുക. ഓരോരോ ഭീകരാക്രമണങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ വളരെ സമർത്ഥമായി ഇവർ വിലക്കെടുക്കുന്ന ഒരാളാണ് വിൻസെൻ്റ് കുണ്ടുകുളം. 2017 നവംബറിൽ എറണാകുളത്ത് നിച്ച് ഓഫ് ട്രൂത്ത് സംഘടിപ്പിച്ച ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന പ്രോഗ്രാമിൽ വിൻസെൻ്റ് കുണ്ടുകുളം വന്ന് ഇസ്ലാമിനെ പൊക്കി കുറേ പ്രസംഗിച്ച് കിട്ടിയ കാശ് വാങ്ങിപ്പോയി.
കുണ്ടോളം പോയി കഴിഞ്ഞപ്പോൾ സുബൈർ പീഡിയക്കിൽ ക്രിസ്ത്യാനിറ്റി അവഹേളിക്കുകയും ബൈബിളിനെയും ക്രിസ്തുവിനെയും ക്രൈസ്തവ വിശ്വാസത്തെയും ഒക്കെ അപഹസിക്കുകയും ചെയ്തു. പിന്നീട് സാക്ഷിയാണ് അതിന് മറുപടി പറഞ്ഞത്. അന്നത്തെ ഞാൻ അറിഞ്ഞ ഇസ്ലാം എന്ന പ്രസംഗത്തിൽ കുണ്ടുകുളം പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, ഒന്ന് കേട്ടു നോക്കിക്കോ. ജമാഅത്ത് ഇസ്ലാമി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിലെ സ്റ്റേഡിയത്തിലും മെട്രോയിലൊക്കെ ഒരുമിച്ച് ഒരു കൂട്ടപ്പരിച്ചിലുണ്ടായല്ലോ, ഒരു 3 കൊല്ലം മുമ്പാണ്, 2014 അങ്ങനെയായിരുന്നു തോന്നുന്നു അല്ലേ. ഷാഖ് അമൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം. അതിന് തൊട്ട് മുമ്പ് ആ അവസരത്തിൽ എന്നെ ഒന്ന് കുവൈറ്റ് വരെ കൊണ്ടുപോയിരുന്നു. കുവൈറ്റ് വരെ ഫ്രീ ആയിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി. അപ്പൊ മതം ഭീകരത സൃഷ്ടിക്കുമോ, വർഗീയമാണോ എന്നൊക്കെയായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പൊ ഞാൻ അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്ന ഒരു തീമുണ്ട്, അത് ഇങ്ങനെ മതം അങ്ങനെ വർഗീയത സൃഷ്ടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല, അത് പറ്റും എന്നും കൂടി ഞാൻ പറയുന്ന ഒരാളാണ്. ഞാനതൊന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാവുമോ എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ അത് ഞാൻ പറയുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാണ് തുടങ്ങിയത്. 10,000 ചില്ലാനും പേരുണ്ട്, അവര് വണ്ടിക്കൂലി മുഴുവൻ കൊടുത്തിട്ട് കൊണ്ടുവന്നുള്ള. ഞാനിത് പറയാൻ തുടങ്ങി കഴിഞ്ഞ പറഞ്ഞ ആൾക്കാരെല്ലാം ആകെ അപ്പീസായി. പിന്നെ ഞാനത് വിവരിച്ചു കഴിഞ്ഞപ്പോൾ അവര് ശ്വാസം വിട്ടു വീണു. മാത്രമല്ല തിരിച്ചു മുമ്പ് 25,000 രൂപയും തന്നു എനിക്ക്. നിങ്ങൾ അത്രയും തരണ്ടേട്ടാ, വണ്ടി കാശ് മാത്രം തന്നാണ്. കേട്ടോ, ഖുർആനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച മുസ്ലിങ്ങൾ യൂറോപ്പിൽ ഭീകരാക്രമണം നടത്തിയതിൻ്റെ പേരിൽ ഇസ്ലാമിനുണ്ടായ ചീത്തപ്പേര് മറയ്ക്കാൻ ഇവർ കുണ്ടുകുളത്തിനെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, സ്റ്റാർ ഹോട്ടലിൽ താമസം, വിഭവസമൃദ്ധമായ ഭക്ഷണം, പിന്നെ തിരിച്ചു പോരുമ്പോൾ സംഘാടകരുടെ വക 25,000 രൂപയും. ഇസ്ലാമിന് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരക്ഷരവും കുണ്ടുകുളം അവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ 25,000 രൂപ കൊടുക്കുന്നത് പോട്ടെ, കുവൈറ്റിൽ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് കുണ്ടുകുളം വരിക പോലും ഇല്ലായിരുന്നു. ഇപ്പോഴും കുവൈറ്റിലെ ജയിലിൽ കിടപ്പുണ്ടാകുമായിരുന്നു. പക്ഷേ കുണ്ടുകുളം അന്ന് അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സംഘാടകരുടെ മനസ്സ് നിറഞ്ഞു. അവർ സൂറ 9:60 അനുസരിച്ച് ഉദാരമായി തന്നെ കുണ്ടുകുളത്തിനെ സൽക്കരിച്ച് പോക്കറ്റ് മണി കൊടുത്ത് വിട്ടു. യാതൊരു ഉളുപ്പുമില്ലാതെ അയാളത് പബ്ലിക്കിൽ വിളിച്ചു പറയുകയും ചെയ്യുന്നു. എന്തോ ഒരു അഭിമാനകരമായ കാര്യമാണ് ഞാൻ ചെയ്തതെന്നുള്ള രീതിയിലാണ് ഇയാൾ ഇത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ, ഇത് വേറെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് അവിടെ പറഞ്ഞ കാര്യം, കുവൈറ്റിൽ പ്രസംഗിച്ച കാര്യം പുള്ളി അവിടെ കൊണ്ടുവന്ന് ഛർദ്ദിക്കുകയാണ്. അതൊന്നും കൂടി കേട്ടു നോക്കിക്കോ. ഈ അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് അന്ന് അതിന്റെ ദേശീയ ഇന്ത്യയിലെ സെക്രട്ടറിയാന്ന് ടി ആരിഫ് അലി അവർകള് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടിയും പറഞ്ഞു. എന്താണെന്നറിയോ, നമ്മൾ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തെക്കുറിച്ച് വളരെ ഉന്നതമായ ഉദാത്തമായ അഭിപ്രായമുള്ളവരാണെങ്കിലും ഈ ലോകത്തിലെ ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് മറ്റു സമൂഹങ്ങൾക്ക് ആ അഭിപ്രായം ഇല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇസ്ലാമിന്റെ സ്ക്രിപ്ചേഴ്സ് അല്ല, നമ്മുടെ ജീവിതത്തിൽ ഈ സ്ക്രിപ്ചർ വരാത്തതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ മാറ്റം വരുത്തണമെന്ന് ആ ജമാഅത്ത് ഇസ്ലാമി അത്തിരി ഹാർഡായിട്ടൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്നു, പഠിച്ചിട്ടൊക്കെ ഉള്ളത്. അതിന്റെ ടി ആരിഫിലി അവിടെ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തൊക്കെയോ ഇസ്ലാം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പറയുന്നത് കേട്ടോ, ഖുർആനും ഹദീസുകളും ഒക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് പറയുന്നത്. 100% സത്യമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു, ആ പ്രസ്താവനയോട് യോജിക്കുന്നു. കാരണം ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ഈ ഖുർആനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിക്കുകയും വായിച്ച് പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മളൊക്കെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സിറിയൽ അവസ്ഥ ആയനെ. അപ്പോൾ അവരങ്ങനെ ഒന്നും പ്രാവർത്തികമാക്കാത്തത് കൊണ്ട് നമ്മളെല്ലാവരും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്ന്. ആ ഒരു തെറ്റിദ്ധാരണയിലുള്ള ഇവിടെ ഭൂരിഭാഗം ആളുകളുള്ളതെന്ന്. ഇസ്ലാം കുഴപ്പമില്ല, സമാധാനമാണ്. കാരണം നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന മുസ്ലിം അത്ര ഡീസൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവൻ ഡീസൻ്റ് ആയിരിക്കുന്നത്? അവൻ ഈ പ്രമാണമൊന്നും പഠിച്ചിട്ടില്ല. അവൻ കേവലം നാമധാരിയാണ്, മുസ്ലിം നാമധാരിയാണ്. ഇന്ത്യ പോലെയുള്ള മുസ്ലിം രാജ്യങ്ങളിൽ പ്യുവർ ഇസ്ലാം ഒരിക്കലും കാണുകയില്ല. ഇവിടെയൊക്കെ വെള്ളം ചേർത്ത ഇസ്ലാമേ ഉണ്ടാവുകയുള്ളൂ. പ്യുവർ ഇസ്ലാമിനെയൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ നൈജീരിയയിലോ അങ്ങനെയുള്ളിടത്തൊക്കെ പോകണം. അപ്പോൾ കാണും നിങ്ങൾ പ്യുവർ ഇസ്ലാം എന്താണെന്ന്. അപ്പോൾ അത് ആ പറഞ്ഞത് സത്യം തന്നെയാണ്. പ്രമാണങ്ങളിലുള്ളതൊക്കെ പഠിച്ച് ഇവർ ജീവിതത്തിൽ അനുവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്നും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിലുള്ളവന് ഇന്നിവിടെ ഈ നാട്ടിൽ സ്പേസ് കിട്ടുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി എന്താണെന്ന് ഒരുത്തിന് കൃത്യമായിട്ട് മനസ്സിലായാൽ അവൻ്റെ മുമ്പാകെ അതറിയാവുന്ന മറ്റൊരു മുസ്ലിം തല ഉയർത്തി നിൽക്കുകയില്ല. ഇത്ര വൃത്തികെട്ടൊരു സാധനത്തിലാണല്ലോ ഞാൻ വിശ്വസിക്കുന്നതെന്നുള്ള അപകർഷത മരണം വരെ അവനെ പിന്തുടരും. ഒന്നുകിൽ അവൻ ഇസ്ലാം ഉപേക്ഷിച്ച് അവൻ്റെ പാട്ടിന് പോകും, അല്ലെങ്കിൽ
അവൻ ആ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ നിവർത്തിച്ച് ഈ ഭൂമി ഉപേക്ഷിച്ച് തന്നെ പോകും. ഏതെങ്കിലും ഒന്നും ഉണ്ടാവും. ഇവിടെ ജീവിക്കാൻ നിൽക്കുകയില്ല അവൻ. ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് ജീവിക്കാൻ നിൽക്കുകയില്ല, അതുറപ്പാണ്. ഏതായാലും ഈ വിൻസെൻ്റ് കുണ്ടുകുളത്തിനോടും അതുപോലെ പതിനേഴത്തിനോടും തറയിലിനോടും ജോസ് വള്ളിക്കാട്ടിനോടും അങ്ങനെയുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, മീക പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യത്തിലെ തൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനമെന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തവനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അവർക്കിനി ദർശനമില്ലാത്ത രാത്രിയും ഭാവി ഫലം അറിയാനാവാത്ത അന്ധകാരവുമായിരിക്കും ഉണ്ടാവുക. അവരുടെ മേൽ സൂര്യൻ അസ്തമിക്കും, പകൽ അവർക്ക് ഇരുട്ടായി മാറും, അവർ അപമാനിതരാകും എന്നാണ് കർത്താവ് പറയുന്നത്. ക്രിസ്ത്യാനികളെ കൊല്ലാൻ അജണ്ടയുമായി നടക്കുന്ന ഒരു ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരുമായി സൗഹൃദ സമിതി ഉണ്ടാക്കി പാവം പിടിച്ച കത്തോലിക്കരെ ജിഹാദികളുടെ വാൾത്തലയുടെ കീഴിലേക്ക് വരിവരിയായി നടത്തിക്കൊണ്ടുപോകാൻ തത്രപ്പെടുന്ന സെബാസ്റ്റ്യൻ പതിനാടത്തും തോമസ് തറയിലും വിൻസെൻ്റ് കുണ്ടുകുളവും ജോസ് വള്ളിക്കാട്ടും പിന്നെ അതുപോലെയുള്ള ലിബറൽ ക്രിസ്ത്യാനികളോടും കൂടിയാണ് കർത്താവ് ഇത് പറഞ്ഞിരിക്കുന്നത്. അവരോടൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിൽ KCBC വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ അവരെ അഭിനന്ദിക്കുന്നു. തങ്ങളുടെ കീഴിലുള്ള ജനത്തിൻ്റെ ഭാവിക്ക് മേലെ ഡെമോക്ലീസിൻ്റെ വാള് പോലെ ഖുറാനും ഹദീസുകളും തൂങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ അവർ കൃത്യമായ നിലപാട് പ്രഖ്യാപിച്ചു. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല, രണ്ട് മതമാണ് എന്നുള്ള സത്യം അവർ പറഞ്ഞു. വീഡിയോകളിലൂടെ അവർ അക്കാര്യം തങ്ങളുടെ വിശ്വാസികളെ അറിയിക്കുകയും ചെയ്തു. KCBCയുടെ ഈ നിലപാടിനെതിരെയാണ് സെബാസ്റ്റ്യൻ പതിനേടത്തും തോമസ് തറയിലും വിൻസെൻ്റ് കുണ്ടുകുളവും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ആ സംയുക്ത പ്രസ്താവനയിലെ ഓരോ വാചകവും ശൃഗാല ബുദ്ധിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വരിയും ഇഴകീറി പരിശോധിക്കേണ്ടതുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത വീഡിയോ മുതൽ ഞങ്ങൾ അത് പരിശോധനാ വിധേയമാക്കും. കഴിഞ്ഞ വീഡിയോയിൽ ക്രിസ്ത്യൻ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അവനെ തിരുത്തിക്കുന്നതും കൂടിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ ഇറക്കി തൊട്ടടുത്ത വീഡിയോയിൽ തന്നെ ആ കാര്യം പ്രായോഗികവൽക്കരിക്കേണ്ടി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ക്രൈസ്തവർ ഈ നാട്ടിൽ ജീവനോടെ ഉണ്ടാകണം. അവർ രണ്ടാം തരം പൗരന്മാരായിട്ടല്ല, മറ്റേതൊരു വ്യക്തിയെയും പോലെ സ്വാഭിമാനത്തോടെ ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. ട്രൂത്ത് ഫൈറ്റേഴ്സിലുള്ള ഓരോരുത്തരും അങ്ങനെയുള്ളവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്നൊക്കെ പറഞ്ഞു വരുന്നവരെ ഞങ്ങൾക്കിങ്ങനെ തുറന്നു കാണിക്കേണ്ടി വരുന്നത്. ക്രിസ്ത്യൻ വിരുദ്ധമായ ഖുർആൻ ആയത്തുകളും ഹദീസുകളും ഇസ്ലാമിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങളിൽ കിടക്കുന്നിടത്തോളം കാലം എന്ത് സൗഹൃദം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ക്രിസ്ത്യാനിയുമായിട്ട് നീ കൂട്ടുകൂടരുതെന്ന് ഖുർആനിൽ സൂറ 5-51 പറഞ്ഞിരിക്കേ, എങ്ങനെയാണൊരു മുസ്ലിമിന് ക്രിസ്ത്യാനിയുമായിട്ട്, പ്രത്യേകിച്ച് ഇമാമുകളാണ്, അവർക്കിതൊന്നും അറിയാത്തതൊന്നുമല്ല, അവരാണ് ഇവിടെ ഇസ്ലാം ക്രൈസ്തവ സൗഹൃദ സമിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വിഷമമിപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളും നിങ്ങളുടെയൊക്കെ പ്രമാണങ്ങളിൽ ഉള്ളിടത്തോളം കാലം ഈ സൗഹൃദം ഇവിടെ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതെല്ലാം ഒരു മുഖം മൂടി മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ച് അതൊരു മുഖം മൂടി മാത്രമാണ്. ഖുർആനും ഹദീസുകളും അർത്ഥമറിഞ്ഞ് പഠിച്ച ആളുകൾ ചെയ്യുന്ന തികച്ചും ഇസ്ലാമികമായ കാര്യങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ നാലുപാട് നിന്നും ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആശയതലത്തിലുള്ള ആക്രമണങ്ങൾ ചുറ്റുപാട് നിന്ന്, നിരീശ്വരവാദികളിൽ നിന്ന്, ക്രിസ്ത്യാനികളിൽ നിന്ന്, പിന്നെ സംഘപരിവാറിൻ്റെ ആളുകൾ, ഇങ്ങനെയുള്ള എല്ലാവരിൽ നിന്നും ആശയതലത്തിലുള്ള ആക്രമണങ്ങൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് സാധനമാണ് ഈ ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ പുരോഹിതന്മാർ പോയിട്ട് ഇസ്ലാം ക്രിസ്ത്യൻ സൗഹൃദ സമിതി ഉണ്ടാക്കുന്നത് കാണുമ്പോൾ ആടുകളെ നോക്കാൻ ചെന്നായിയെ ഏൽപ്പിക്കുന്നത് പോലെയുള്ള ബുദ്ധിമോശമാണ് അവർ കാട്ടിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. ഞങ്ങളുടെ ഈ വാക്കുകൾ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏതായാലും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സത്യദൈവവും നിത്യജീവനുമായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ക്രിസ്തുവിനായി